അബൂ സഖാഫി ഒരിക്കൽ കാന്തപുരത്തിന്റെ കൂടെ സ്ഥിരമായി പോകാനുള്ള ആളായിരുന്നു. അതുകൊണ്ട് തന്നെ ആരുമായൊക്കെ ബന്ധപ്പെടാറുണ്ടോ, ഏതൊക്കെ നിലക്ക് ബന്ധപ്പെടാറുണ്ടെന്നൊക്കെ ഇയാൾക്കറിയാം. അതുകൊണ്ട് ജിഷാൻ മാവി ചോദിക്കാണ് ഈ പറയപ്പെട്ട സ്വാലിഹ് സഖാഫിനോട്, അല്ല യാത്രകളിലും മറ്റൊക്കെ പോകുമ്പോൾ പിന്നെ വിദഗ്ധകാരൊക്കെ കണ്ടാലും ഉസ്താദ് സലാം പറയാറുണ്ടോ ചോദിക്കാണ് ഫോണിലൂടെ. അതിന് മറുപടി എന്താണെന്ന് പറയട്ടെ. ഈ നിങ്ങൾ മറ്റുള്ള യാത്രകളിൽ വല്ലതും പങ്കെടുത്തോണ്ടാവുക. ഞാൻ ഇതുവരെ നിങ്ങളുടെ ആവശ്യം ചോദിച്ചിരുന്നില്ല. ഈ നമ്മളിപ്പോ മുജാഹിദിനോടും ജമാഅത്തിനോടും ശക്തമായ നിലപാടെടുക്കണം, അങ്ങനെ എടുക്കണം, ഇങ്ങനെ എടുക്കണം എന്നല്ല പറയുന്നുണ്ടല്ലോ പ്രസംഗത്തില്. അത് പിന്നെ ആവശ്യത്തില് 100% പ്രാവർത്തികമാക്കുന്നുണ്ടോ, അല്ല മറ്റുള്ള കാര്യം പോലെയാ? അതൊക്കെ പറയുന്ന അനുസരിച്ചുള്ള തീവ്രതയും മുജാഹിദിന്റെ നേതാക്കൾ കണ്ടുണ്ടാവില്ല. കണ്ടത് എന്താ പറഞ്ഞത് പറയട്ടെ. അവരുടെ സംസ്ഥാന നേതാക്കളെ ട്രെയിനിലെ യാത്രകളെ വെച്ച് കണ്ടുപിട്ടിയാൽ സലാം നടക്കുകയും മുജാഹിദ് വിദഗ്ധകാരെ പോലുള്ള ആളുകളുടെ സംസ്ഥാന നേതാക്കളെയൊക്കെ യാത്രയിലും ട്രെയിനിലൊക്കെ വെച്ച് കണ്ടുപറ്റിയാൽ അവരോടൊന്ന് സലാം പറയുന്നതിനും കൂടെ ഇരിക്കുന്നതിനൊന്നും യാതൊരു തകരാറുമില്ല. നേരത്തെ നടന്ന പ്രസംഗത്തിൽ ഉസ്താദ്മാരെ സൂചിപ്പിച്ചത് ഇന്നത്തെ പത്രത്തിൽ പോലും ഇവിടെ സംസ്ഥാന നേതാക്കളിലൊരാൾ വിദഗ്ധകാരോട് കൂടെ ഇരിക്കുന്ന ഫോട്ടോയാണ് ഇവിടെ വന്നിട്ടുള്ളത്. അപ്പൊ ചുരുക്കത്തിൽ കണ്ണിയത്ത് ഉസ്താദും ശംസുലമയും ഏതൊരു ആദർശത്തിന് വേണ്ടിയാണോ ഇവിടെ സംഘടന ഉണ്ടാക്കിയതെങ്കിൽ ആ ആദർശത്തിൽ നിന്ന് 100% നിങ്ങൾ വ്യതിചലിച്ചു പോയിട്ടുണ്ട്. നിങ്ങൾ ബാക്കിയുള്ളവരെ മുജാഹിദിക്ക് പോകുന്നത് നോക്കി ഇങ്ങനെ മൈക്രോസ്കോപ്പ് വെച്ച് നോക്കിക്കോളി. ഇങ്ങനെ സംസ്ഥാന നേതാക്കന്മാർ ഇന്നല്ലെങ്കിൽ നാളെ മുജാഹിദാകാൻ കാത്തിക്കാണ്. കഴിഞ്ഞ പ്രസംഗത്തിൽ ഞാനത് പറഞ്ഞു, കാമതിനെ പറ്റി മിണ്ടില്ല. എന്താ നിങ്ങൾ പൊന്മളനെ പറ്റി പരാമർശിക്കാതിരുന്നത്? ഞങ്ങൾക്കറിയാം AP ഗ്രൂപ്പ്, പൊന്മള ഗ്രൂപ്പ്, AP സുന്നി, പൊന്മള സുന്നി എന്ന 2 സുന്നിയായി 2 ഭാഗങ്ങളിലൂടെ നിങ്ങൾ സഞ്ചരിച്ചുകൊണ്ടിരിക്കുകയാണ്. എപ്പോഴാവുന്നതിന്റെ പൊട്ടിപ്പുറപ്പെടാന്ന് പറയാൻ പറ്റൂല. 2 വിഭാഗമുള്ളിൽ ശക്തമായ ഇടപെടലുകൾ നടത്തി തങ്ങളുടെ ഭാഗം എങ്ങനെ ശക്തിപ്പെടുത്താൻ പറ്റുമെന്നതിനെപ്പറ്റി ആലോചിച്ചുകൊണ്ടിരിക്കുന്നു. പൊന്മള സുന്നിയും AP സുന്നിയും. ഇവിടുത്തെ പരിപാടി നടത്തിയവർ ഏത് സുന്നിക്കാരാണെന്ന് എനിക്കറിയില്ല. ഏത് സുന്നിക്കാരാണെങ്കിലും നിങ്ങൾ ആലോചിക്കേണ്ടതാണ്. പൊന്മള സുന്നിക്കാരനും പേരുടെ ബ്രഹ്മസഖാഫി അടക്കമുള്ള ആളുകൾ അതിവിദൂരമല്ലാത്ത ഭാവിയിൽ വിജയത്തിലേക്ക് പോകാൻ കാത്തിരിക്കുകയാണെന്നാണ് മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ നേതാവ് ഹനീഫ് കായക്കോട് പറഞ്ഞിട്ടുള്ളത്. കഴിഞ്ഞ പ്രസംഗത്തിൽ ഞാൻ സൂചിപ്പിച്ചിരുന്നു. ഒന്നുകൂടി ഞാൻ ആ ഭാഗം ഒന്ന് കേൾപ്പിക്കുകയാണ്. ആ നൗഷാദ് കുറെ കാലം സ്വപ്നം കണ്ടു നടന്നു. AP ഭാഗത്തിലേക്ക് ചേക്കേറാം, കാന്തപുരം പരവതാനിയിട്ട് സ്വീകരിക്കുമെന്ന് വിചാരിച്ച് AP ഭാഗത്തിന്റെ ചുറ്റും നടന്നു നോക്കി കുറെ കാലം. കാന്തപുരം അടുപ്പിച്ചില്ല, പേരോട് അടുപ്പിച്ചില്ല, പൊന്മള അടുപ്പിച്ചില്ല. ആരും അടുപ്പിക്കാതായപ്പോ മൂപ്പര് സ്വന്തം അടുത്തുകൊണ്ട് ഇങ്ങനെ പരിപാടി നടത്തുകൊണ്ടിരിക്കുക. അപ്പം ആരും അടുപ്പിക്കാതായപ്പം സമസ്തയ്ക്ക് ഏതായാലും അടുപ്പിച്ചില്ല. സമസ്തയ്ക്ക് വരികയാണ് പറഞ്ഞു. നജന് പോര് പറഞ്ഞു. അവിടുന്ന് വിട്ട് വൈക്കൊന്ന് തിരിച്ചു നോക്കിയ AP ഇങ്ങനെ വിളിച്ച് വാണ്ടുപോവുകയും ചെയ്തു. AP എടുത്തതുമില്ല. അപ്പൊ അങ്ങനൊക്കെ പാടുന്ന വൈലിച്ചനായപ്പോ സ്വന്തം പരിപാടികൾ നടത്തിയിട്ടാണ് നൗഷാദ് ഹസന് പോകുന്നത്. നമുക്ക് പരാമർശം അതില്ലാത്തതുകൊണ്ട് കൂടുതൽ പറയുന്നില്ല. അറിയോ, പേരോടും പൊന്മളയൊക്കെ എങ്ങനെയാ മുജാഹിദാകാൻ ആലോചിച്ച് നിൽക്കായിപ്പോ? ഇതൊന്നും വഹാബ് കേട്ടിട്ടില്ലേ? മുജാഹിദിന്റെ സംസ്ഥാന നേതാവായി പറയുന്നത് പേരോടും പൊന്മളയും എങ്ങനെയാണ് മുജാഹിദാകുന്നത് എന്ന് കാത്തിരിക്കാണ്. അങ്ങനെ ഉണ്ടല്ലേ, എന്നാ ഞാനതൊന്ന് അന്വേഷിക്കട്ടെ എന്ന് കരുതിയിട്ട് അന്വേഷിക്കാൻ വേണ്ടി പോയിട്ടൊന്ന് തിരുത്താൻ നോക്കണം. നാട്ടിൽ ഫിറ്റിന് ഫസാദ് ഉണ്ടാക്കാൻ വരുന്നതിന് മുമ്പ് അതൊക്കെ ഒന്ന് ആലോചിക്കുന്നത് നല്ലതാണ്. ജാഹിദ് പ്രസ്ഥാനം നിരന്തരമായി നടത്തിയ പ്രബോധന പ്രവർത്തനത്തിന്റെ ഫലമായി മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ ആശയം അംഗീകരിച്ചുകൊണ്ടിരിക്കുന്നു പേരോടും പൊന്മളയുമൊക്കെ. ആരാ പൊന്മള? SYSന്റെ സംസ്ഥാന പ്രസിഡന്റ്, സുന്നി യുവജന സംഘത്തിന്റെ സംസ്ഥാന പ്രസിഡന്റാണ് പൊന്മള. ആ സുന്നി യുവജന സംഘത്തിന്റെ സംസ്ഥാന സെക്രട്ടറിയാണ് പേരോട്. പൊന്മളയുടെ വാദം എന്താണ്? പൊന്മളയുടെ വാദം നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുഅ്ജിസത്തിൽ നിന്ന് ഖിയാമത്ത് നാൾ വരെ അവശേഷിക്കുന്നത് വിശുദ്ധ ഖുർആൻ മാത്രം. സുന്നികളായിരുന്ന ആളുകളുണ്ടാകുമല്ലോ എന്റെ പ്രസംഗം കേൾക്കുന്നവരുടെ കൂട്ടത്തിൽ, സുന്നികളായി ജീവിക്കുന്നവരുണ്ടാകുമല്ലോ. എന്തൊരു ന്യായമാണ് പണ്ടൊക്കെ മുസ്ലിയാക്കന്മാർ പറഞ്ഞിരുന്നത്. നമ്മൾ ചോദിക്കുന്നത് മുഅ്ജിസത്ത് കറാമത്ത് കൊണ്ടാണ്, അല്ലേ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുഅ്ജിസത്തിൽ നിന്നാണ് നമ്മൾ ചോദിക്കുന്നത്.
അതേപോലെ ഔലിയാക്കളുടെ കറാമത്തിൽ നിന്നാണ് നമ്മൾ ചോദിക്കുന്നത്. ഈ ന്യായമായിരുന്നു ഈ കാലം വരെ സുന്നി മുസ്ലിയാക്കന്മാർ പറഞ്ഞത്. എന്നാൽ മുടിവിവാദം വന്നപ്പോ പൊന്മള പറഞ്ഞു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മോചിതത്തിൽ ഖിയാമത്ത് നാൾ വരെ അവശേഷിക്കുന്നത് ഖുർആൻ മാത്രമാണ്. അതോടുകൂടി ഇസ്തിഗാസ പൊളിഞ്ഞോ? പിന്നെ എങ്ങനെ ഇസ്തിഗാസ നടക്കുക? ഇനി ഏത് മോചിതത്ത് കൊണ്ടാണ്? അമ്പാട്ടുകാരൻ സഖാഫി അതിനൊക്കെ മറുപടി പറയാം. ഞാൻ ഇതുവരെ കണ്ണിയത്ത് ഉസ്താദും ശംസുലൽമയും കൊണ്ടുപറഞ്ഞ പാരമ്പര്യമായ അഹ്ലുസുന്നയുടെ വിശ്വാസത്തെ ചോദ്യം ചെയ്യാൻ വിദ്യാർത്ഥികാർക്ക് ഏറി വെച്ചു കൊടുത്ത നിങ്ങളുടെ സംസ്ഥാന നേതാക്കളിൽ ഒരുവനായ അബ്ദുൽ മുസ്ലിയാർ സുന്നത്ത് ജമാഅത്തിന്റെ ആശയങ്ങളെ ഈ രൂപത്തിൽ വ്യതിചരിച്ചുകൊണ്ടിരിക്കുകയാണ്. അവരൊക്കെ ഒന്ന് പോയി തിരുത്തിയിട്ട് മതി നാട്ടുകാരെ നന്നാക്കൽ. ആദ്യം അടുക്കളയിൽ പോയി നിർത്തണം, എന്നിട്ട് മതി അങ്ങാടിയിലേക്ക് ഇറങ്ങൽ എന്ന് മാത്രമാണ് ഈ സമയത്ത് ഓർമ്മപ്പെടുത്താറുള്ളത്. എത്ര ഗൗരവമുള്ള വിഷയമാണ്. തവസ്സുൽ, ഇസ്തിഗാസ അടക്കമുള്ള വിഷയങ്ങളെ മുഴുവനും അവർക്ക് ഗണ്ണിക്കാൻ പാകമായ രൂപത്തിലാണ് ഇന്ന് നിങ്ങളുടെ നേതാക്കന്മാരെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. ചിലരൊക്കെ ചോദിക്കുന്നുണ്ട്, എന്തിനാണ് ഇങ്ങനെ പരിപാടി നടത്തുന്നത്? ഇങ്ങനൊക്കെ പരിപാടി നടത്തിയോണ്ട് എന്തെല്ലാം ആശ്വാസമായി നമുക്ക്. എത്ര ആളുകളായിരുന്നു ഗണ്ണന മന്നന വേദികളിൽ ഉണ്ടായിരുന്നത്. ഇപ്പൊ അലവി സഖാവി കൊളത്തൂരിനെ കാണാനില്ല, സുലൈമാൻ സഖാവി മാളിയക്കലിനെ കാണാനില്ല, പത്തദ്രി അബ്ദുൾ റഷീദ് സഖാവിനെ കാണാനില്ല. മൗത്തായി പോയതല്ലല്ലോ. ഓനൊക്കെ നാട്ടിലുണ്ടല്ലോ. അവർക്കറിയാം കാന്തപുരത്തിന് വേണ്ടിയിട്ട് ഓസാന പാട് നടന്നാൽ ദുന്യാവും കിട്ടൂല, ആഹുരം കിട്ടൂല. അതിന്റെ ഒരു തെളിവാണ് മുടിവിവാദം കത്തി നിൽക്കുന്ന സമയത്ത് തച്ചെണ്ണയിൽ വെച്ചൊരു പരിപാടി സംഘടിപ്പിച്ചു. ബഹുമാനപ്പെട്ട മുജീബ് മൈസി പൂലൂരിനെ കൊണ്ടുവന്ന എസ്കെഎസിന്റെ പ്രവർത്തകന്മാരെ പരിപാടി സംഘടിപ്പിച്ചു. അതിന്റെ മറുപടി എന്നോണം അവിടെ പരിപാടി വെക്കാൻ SSFന്റെ പ്രവർത്തകന്മാരും തീരുമാനിച്ചു. നമ്മൾ മാന്യതയോടുകൂടി നമ്മൾ SSFന്റെ പ്രവർത്തകന്മാർ വിഘടിതന്മാരെന്നൊക്കെ നമ്മൾ പറയുന്നുള്ളൂ. ഇവിടെ വഹാബ് പ്രസംഗിച്ചപ്പോൾ ചേളാരികളെ, കുട്ടികളെ എന്നൊക്കെ പറഞ്ഞിട്ട് നമുക്ക് അതുപോലെ കാരം തൂറികളെ എന്നൊക്കെ നമുക്ക് പറയാം. പക്ഷെ നമ്മൾ കാരം തൂറികളെ എന്നൊന്നും നമ്മൾ പറയുന്നില്ല. കാരണം ഒരു മര്യാദയില്ലാത്ത വർത്താനല്ലേ. അദ്ദേഹം പ്രസംഗത്തിന്റെ തുടക്കം മുതൽ ഒടുക്കം വരെ ആ പദമാണ് പ്രയോഗിച്ചിട്ടുള്ളത്. നമുക്ക് അതും അതിനപ്പുറത്തൊക്കെ നമുക്ക് പറയാൻ പോയിക്കും. നമ്മളെ നാവൊന്നും കനറ ബാങ്ക് പണം വെച്ചിട്ടൊന്നുമില്ല. അതൊക്കെ നമ്മൾ എപ്പോഴും നമുക്ക് എടുക്കാൻ പറ്റിയ രൂപത്തിൽ തന്നെ ഉള്ളത്. പക്ഷേ നമുക്ക് മേപ്പരുണ്ട്, തീപ്പരി പേടിയാണ്. മേപ്പറിന്റെ നമുക്കൊക്കെ അവർക്ക് മേപ്പറിൽ എന്ത് തീപ്പരി അവർക്ക് പേടിക്കാനുള്ളത്? അവർക്ക് എന്തും പറയാനോ? ഞാൻ അതിലേക്ക് കടക്കുന്നില്ല. ഏതായിരിക്കട്ടെ, പത്തപരിയും സഖാവിലെ പരിപാടിയിലേക്ക് ക്ഷണിച്ചു. പരിപാടിയുടെ ദിവസമായി. അങ്ങനെ സംഘാടകപ്പെട്ട ഒരാൾ വിളിച്ചിട്ട് പറഞ്ഞു, ഉസ്താദെ മറക്കേണ്ട, ചൊവ്വാഴ്ചയാണ് നമ്മുടെ പരിപാടി. ഞാൻ മറന്നിട്ടില്ല. അതുകൊണ്ട് നിങ്ങൾ വരുന്നു. ഡിമാൻഡ്, ഞാൻ പറഞ്ഞ ഡിമാൻഡ് അംഗീകരിക്കുകയാണെങ്കിൽ വരാം. എന്താ ഡിമാൻഡ്? വരുമ്പോൾ കുയ്മാന്തിമാണെന്നല്ല പറഞ്ഞത്. വരുമ്പോൾ എനിക്ക് പള്ളാഴ്ച കുയ്മാന്തിമാണം, പോകുമ്പോൾ 7 വള്ളം പിന്നെ കവറും വേണം എന്നല്ല അയാൾ ഡിമാൻഡ് പറഞ്ഞത്. എന്താ അയാൾ ഡിമാൻഡ് പറഞ്ഞത്? എസ്കക്കാർക്ക് ഞാൻ മറുപടി പറയില്ല. അപ്പൊ വിളിക്കണ ആള് പറയാ, നിങ്ങൾ അങ്ങനെ പറയല്ലേ, നിങ്ങൾ നല്ലോണം പറയുന്ന കരുതിയിട്ടാണ് ഇപ്പൊ നിങ്ങളെ നമ്മൾ വിളിച്ചത്, അല്ലാതെ വേറെ കുറെ ആൾക്കാർ ചെയ്യാഞ്ഞിട്ടല്ല. അപ്പൊ പറയാണ്, എസ്കക്ക് മറുപടി പറയണമെന്നാണെങ്കിൽ ഞാൻ അങ്ങോട്ട് വരൂല. അപ്പൊ വിളിച്ചാൽ പറയും, നിങ്ങൾ അങ്ങനെ പറഞ്ഞു ഒഴിഞ്ഞു മാറില്ല, നമ്മളെ വിഷമം നിങ്ങൾക്ക് അറിയില്ലല്ലോ. അപ്പൊ ഇയാൾ പറയും, എന്റെ വിഷമം എനിക്ക് അറിയുമെന്ന് പറയട്ടെ. ഹലോ, അസ്സലാമു അലൈക്കും. സഖാഫിസ്ഥാനല്ലേ? അതെ, ഞാൻ വിളിക്കുന്നത് പെട്ടെന്നാണ്. പെട്ടെന്നുണ്ട്. നമ്മള് ചൊവ്വാഴ്ച പരിപാടി പറഞ്ഞിരുന്നല്ലോ. അപ്പൊ അത് പരിപാടിക്കുണ്ടാവില്ലേ? എല്ലാവർക്കും ഞാൻ പറഞ്ഞു ഡിമാൻഡ് അംഗീകരിക്കാൻ വരും. അത് പറഞ്ഞാൽ ഷെയർകാർക്ക് വിവാദങ്ങൾ ഞാൻ തൊടില്ല. എന്താ പറഞ്ഞത്? പറഞ്ഞ ഡിമാൻഡ് അംഗീകരിച്ചവരും ഷെയർ മുബാറക്ക് വിവാദത്തുമ്പോൾ ഞാൻ തൊടൂല. ചൂടുണ്ടായതുകൊണ്ടല്ല തൊടൂല പറഞ്ഞത്. അത് തൊട്ടാ കുടുങ്ങുന്ന ആൾക്കാരെ മത്തമ്പള്ളിയിലുള്ള കാലുടുങ്ങിയാൽ ഒന്ന് വലിക്കുമ്പോ മറ്റത് കുടുങ്ങി, മറ്റത് വലിക്കുമ്പോ മറ്റത് കുടുങ്ങി. അപ്പൊ ഇതുമ്പോ തൊടാൻ പറ്റൂല. അവ ഷെയർ മുബാറക്കുമ്പോഴൊന്നും നമ്മൾ തൊടൂല. ആയിക്കോട്ടെ, നിങ്ങൾ അവർക്കെങ്കിലും എത്തിയാലോ, സന്തോഷമുണ്ട്. ഷെയർകാർക്ക് വിവാദങ്ങൾ ഞാൻ തൊടൂല. നമ്മളെന്താണെന്ന് അറിയിച്ചാല് നമ്മള് ഇവിടെ എട്ടേക്കാർ പരിപാടി വെച്ചിരുന്നു. അവരെന്താ എന്താ പീരിയഡ് പറയുന്ന ഒരാളെ കൊണ്ടുവന്നാണ്ട് പരിപാടി വെച്ചിരുന്നു. അവര് മൊത്തത്തിൽ നമ്മളെ പറഞ്ഞിട്ടുണ്ട്. മാത്രമല്ല, ഇപ്പൊ വ്യാപകമായിട്ട് ഇവിടെ പ്രചരണം നടത്തുന്നുണ്ട്. ഉസ്താദ് പരിപാടിയിൽ പങ്കെടുക്കില്ല. ഞാന് ഉസ്താദ്
അപ്പൊ ഇപ്പൊ പങ്കെടുക്കുക എന്നുള്ളത് പിന്നെ അതിന്റെ ആവശ്യമാണ്. അതിന് ഞാൻ പങ്കെടുക്കാം. പക്ഷേ ഇത് എന്തിൽ നിന്ന് ഒരു ഒറ്റക്ക് മറുപടി പ്രതീക്ഷിക്കരുത്. പരിപാടിക്ക് ഞാൻ പങ്കെടുക്കാം, എന്നിൽ നിന്ന് എസ്കക്ക് നിങ്ങൾ മറുപടി ഒന്നും പ്രതീക്ഷിക്കരുത്. അൽഹംദുലില്ലാഹ്, വലിയ ഫലം ഉണ്ടായില്ലേ? ഇതൊക്കെ തന്നെ ഫലം തന്നത്. പിന്നെ അതിന്റെ ആവശ്യമാണ്. അതിന് ഞാൻ പങ്കെടുക്കാം. പക്ഷേ ഇത് എന്തിൽ നിന്ന് ഒരു ഒറ്റക്ക് മറുപടി പ്രതീക്ഷിക്കരുത്. അങ്ങനെ വെക്കത്തിന് നമ്മളിപ്പോ വിചാരിച്ചാല് ഇവിടെ പരിപാടി വെച്ചിട്ടൊരു മറുപടി വെക്കല്ലല്ലോ എത്താതെ. എന്നാലും വേണ്ട ഒരു മനസ്സിലാക്കി ചെയ്യും. എന്നാ പിന്നെ അങ്ങനെ പരിപാടിയുടെ ക്യാൻസലാക്കി കളിയും. അവിടെ എത്തിയിട്ടുണ്ട് പത്തപരിയം സഖാഫി. അവരൊന്നും ഇതിന് മുന്നോട്ട് വരില്ല. അവരൊക്കെ തളച്ചു വച്ചിരിക്കുന്ന വിഷയം പരിശുദ്ധമായ പുണ്യപ്രവാചകന്റെ പേരിലുള്ള കള്ളത്തരമാണ്. സാധാരണയായിട്ട് പറയാം, നമ്മളെ പ്രവർത്തകന്മാർ ബക്കറ്റുമായിട്ട് വരുന്നുണ്ട്. കുട്ടികളുടെ അടുത്ത് ഒന്നുമില്ല, ഒരു പരിപാടി കഴിഞ്ഞിട്ട് തന്നെ ചൂടാറിയിട്ടില്ല. അതുകൊണ്ട് എല്ലാ ആളുകളും 50 ഉറുപ്പികളിൽ അങ്ങനെ കൊടുക്കി, ബിസ്മില്ലാഹി ചൊല്ലിയിട്ട് 100 അങ്ങനെ കൊടുക്കി, 200 അങ്ങനെ കൊടുക്കി. എല്ലാ ആളുകളും സഹായിക്കണം. പടച്ച റബ്ബ് ഈ വിഷയത്തിന്റെ അത് പരിസമാപ്തി പരിശുദ്ധമായ ഹക്ക് നാട്ടുകാർക്ക് മനസ്സിലാകുന്ന രൂപത്തിലാക്കി അല്ലാഹു തആല സ്വീകരിക്കുമാറാകട്ടെ. ബിദഅകൾക്കും അതുപോലെ തന്നെ ന്മാർക്കുമൊക്കെ ശരിയായ ദീനിന്റെ വശങ്ങൾ മനസ്സിലാക്കാൻ പടച്ച റബ്ബ് തൗഫീഖ് നൽകുമാറാകട്ടെ. അപ്പൊ ചുരുക്കത്തിൽ ഇതിന്റെയൊക്കെ അനന്തരഫലം എന്ന് പറയുന്നത് ഇത്തരം ആളുകളൊക്കെ മാറി നിന്നിട്ടുണ്ട്. ഇതുപോലെയാണെങ്കിൽ ഇനിയും വഹാബ് സഖാഫി സമസ്തയുടെ നേതാക്കന്മാരെ കുതിര കയറാനാണ് ഭാവമെങ്കിൽ നിങ്ങളുടെ വിഷയങ്ങളിൽ പറയാതെ ബാക്കി വെച്ച പലതും ഞങ്ങൾക്ക് പറയാറുണ്ട്. അതെങ്ങാനും ഞങ്ങൾ പുറത്തു പറഞ്ഞാൽ മുഖത്ത് മുൻപിട്ട് നടക്കേണ്ട സാഹചര്യമുണ്ടാകും. അതുകൊണ്ട് ഞങ്ങളോട് പറയിപ്പിക്കരുത് എന്ന് ഈ സമയത്ത് ഓർമ്മപ്പെടുത്തുകയാണ്. ഞങ്ങൾക്കൊക്കെ കുറെ പരിധിയും പരിമിതികളൊക്കെ ഉണ്ട്. അതുകൊണ്ട് എല്ലാം ഞങ്ങളെ കൊണ്ട് പറയിപ്പിക്കരുത് എന്ന് സാന്ദർഭികമായി ഈ വിഷയത്തിൽ ഓർമ്മപ്പെടുത്തുകയാണ്. പിന്നെ അദ്ദേഹത്തിന്റെ കുറെ വിഷയങ്ങൾ പറഞ്ഞിട്ട് അങ്ങോട്ട് ചൂടാകുക. ആരോടാ ചൂടാകണോ? ആരോട്? അത് നിങ്ങളെ സ്വഭാവം, അത് എല്ലാവരുടെ സ്വഭാവം അങ്ങനെ തന്നെയാണ്. കുറെ അങ്ങോട്ട് പറയും, പിന്നെ വിഷയങ്ങൾ തീർന്നുപോയി, പിന്നെ ഒന്നും പറയാനില്ല, പിന്നെ അങ്ങോട്ട് ചൂടാകുകയാണ്. വെല്ലുവിളികളാണ്. എങ്ങനത്തെ വെല്ലുവിളികൾ? നമ്മളന്ന് 2-3 വിഷയങ്ങളൊന്ന് ചോദിച്ചു, അതിനൊന്നും വെല്ലുവിളി സ്വീകരിക്കാൻ മറുപടി ഒന്നും ഉണ്ടായിട്ടില്ല. പേരുടെ അബ്ദുറഹ്മാൻ തന്നെ അബ്ദുറഹ്മാൻ സഖാഫി തന്നെ പറയുന്നുണ്ട്, പ്രസംഗിക്കുമ്പോൾ ചൂടാകാൻ പാടില്ല, ചൂടാകാൻ പോയിട്ട് പോയി ഒതുർത്തിട്ട് ചൂടൊക്കെ മാറ്റണമെന്നാണ് പേരുടെ അബ്ദുറഹ്മാൻ സഖാഫിയുടെ മദ്ഹബ്. അങ്ങനെയാണ്. മൂപ്പരൊന്ന് ചൂടാകട്ടെ, എന്നൊരു മൂപ്പരന് മറുപടി ഒന്ന് പറയട്ടെ. എല്ലാവരും കസാല മുറിച്ചോളി, മുറുക്കി പിടിച്ചോളി. വെറുപ്പ് പിടിച്ചവനും ഒന്നുകൊടുക്കൽ സുന്നത്താ. കാരണം വെറുപ്പ് അലോലഭവിനെ ശൈത്താൻ, ചൂടാകാന്നുള്ളത് ശൈത്താനിൽ നിന്നുള്ളതാണ്. അല്ല, അങ്ങനെ നിങ്ങൾ പറഞ്ഞാൽ മതി. വെറുപ്പ് അലോലഭവിനെ ശൈത്താൻ, ചൂടാകാന്നുള്ളത് ശൈത്താനിൽ നിന്നുള്ളതാണ്. ചില ആളുകൾ പ്രസംഗിച്ചുകൊണ്ടിരിക്കുമ്പോൾ ചൂടാകുന്നവരുണ്ട്. ഉടനെ പോയി ഒതുക്കാൻ പറയണം പ്രസംഗിക്കുന്ന വിചാരോട്. അത് ശരി. ഏതാണ് വഹാബൊക്കെ പ്രസംഗിക്കുമ്പോൾ കുടം കൊടുക്കേണ്ടി വരും, ഒന്ന് എത്ര കിടക്കേണ്ടി വരും? കാരണം ചൂടാകാൻ പാടില്ല. അതുപോലെ സംസാരിക്കുമ്പോൾ ചൂടാകുന്നവരുണ്ട്. ഒന്നുകൊടുക്കണം. ഒന്നുകൊടുത്താൽ തണിയും. എന്നാൽ ഇവിടെ ചൂടായിക്കൊണ്ട് വഹാബ് സഖാഫി പലതും പറഞ്ഞിട്ടുണ്ട്, പലപ്പോഴും ചൂടാകാറുണ്ട്. വഹാബ് സഖാഫി ഒന്ന് ചൂടാകട്ടെ. എന്താ ഞങ്ങൾക്ക് കിനാ കണ്ടൂടെ? നിങ്ങൾ കിനാ കണ്ടോളി. ആരും കൊണ്ട് കിനാ കാണണ്ടറിഞ്ഞു? നിങ്ങൾ കണ്ട കിനാവിന്റെ ആ ഇടങ്ങേറ് ഇതുവരെ നമുക്കിവിടെ തോന്നിട്ടില്ല. തലകും പലകും നടക്കാൻ പറ്റില്ല നമുക്കിവിടെ. നിങ്ങളെ കിനാവുണ്ട്. നിങ്ങൾ പറയാം, നമുക്ക് നിങ്ങളെ കിനാവിന്റെ കഥ ഞാൻ കാണിച്ചു തരാം. എന്താ ഞങ്ങൾക്ക് കിനാ കണ്ടൂടെ? വിശുദ്ധാമിലെ പ്രസിദ്ധനായ പണ്ഡിതൻ സയ്യിദ് മുഹമ്മദ് നബി മാലിക് മക്ക വിശ്വത്തിന്റെ ഗോൾഡൻ ജൂബിലി സമ്മേളനത്തിലേക്ക് അദ്ദേഹം ക്ഷണിക്കപ്പെടുമ്പോൾ കാന്തപുരം ഉസ്താദിനോട് പറഞ്ഞത്, ഞാൻ അല്ലാഹുവിന്റെ ഹബീബിന്റെ നിർദ്ദേശമില്ലാതെ ഹറമിന്റെ പുറത്തു പോകാറില്ല, അതുകൊണ്ട് കുറച്ച് കഴിഞ്ഞിട്ട് മറുപടി പറയാമെന്ന സയ്യിദ് മുഹമ്മദ് നബി മാലിക് പച്ചയായി പണ്ഡിത സമൂഹത്തിന്റെ മുമ്പിൽ തുറന്നു പറഞ്ഞ കാര്യമല്ലേ ഇത്? എന്താ അദ്ദേഹം പറഞ്ഞത്? കുറച്ചു കഴിഞ്ഞിട്ട് അദ്ദേഹം ശൈഖ് അബൂബക്കറിനെ വിളിച്ചിട്ട് പറഞ്ഞു, ശൈഖ് അബൂബക്കർ, നിങ്ങളുടെ സമ്മേളനത്തിൽ പങ്കെടുക്കണമെന്ന് മദീന ജാറത്തിങ്കൽ എന്ന് മുഹമ്മദ് റസൂലുള്ളാഹി
സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എനിക്ക് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. വലിയ ഒച്ചട്ട് പറഞ്ഞാൽ അത് സത്യമാണ് ഞങ്ങൾ വിചാരിച്ചത്. മർക്കസിലെ സമ്മേളനത്തേക്ക് പോകാൻ വേണ്ടി അയാളോട് റസൂലുള്ളാഹി പറഞ്ഞിട്ടുണ്ട്. റസൂലുള്ളാഹിയുടെ വളണ്ടിയറേറ്റ് റസൂലുള്ളാഹിയുടെ സമ്മേളനം വളണ്ടിയറാണോ? മർക്കസിലെ സമ്മേളനത്തിന് പോകാൻ വേണ്ടി അയാൾ റസൂലുള്ളാഹി പറഞ്ഞിട്ടുണ്ട്. അത് നിങ്ങൾ ഒച്ചട്ട് പറഞ്ഞു പറ്റും. ഞങ്ങൾ ബേജാറ്, നമ്മൾ അതിലേറെ വലിയ ഒച്ച കുറെ കേട്ടതാ സാധു. വിശുദ്ധാറിവിലെ പ്രസിദ്ധനായ പണ്ഡിതൻ മുഹമ്മദ് അലി മാലിക്കി മക്കയിൽ പറയുമ്പോ ഞങ്ങൾക്കത് വിശ്വസിക്കാൻ കൂലിയാളികളിലെ ചീട്ട് കിട്ടണോ ചങ്ങാതിമാരെ? ഞങ്ങളെ ചീട്ട് കിട്ടാത്തോണ്ട് ഞങ്ങൾ ഈ കോലത്തിലായത്. നിങ്ങളെ നേതാക്കന്മാരെ പ്രസംഗിക്കുന്നതിനൊക്കെ ഞങ്ങളോടൊന്ന് അഭിപ്രായം ചോദിച്ചാൽ ചീട്ട് വാങ്ങിക്കണമെങ്കിൽ നിങ്ങളൊക്കെ ഈ കോലത്തിലാവോ? നാടകങ്ങൾക്ക് മനസ്സിലായോ? അത് വിശ്വസിക്കാൻ ഞങ്ങൾക്ക് ചേളാരിയിലെ ടിക്കറ്റ് വേണോ? ആ ടിക്കറ്റ് ഇല്ലാത്തോണ്ട് ഞങ്ങൾ ഇങ്ങനായത്. ഞങ്ങളെ ടിക്കറ്റുകൾ കയ്യിലുണ്ടായിരുന്നെങ്കിൽ മാന്യന്മാരായിരിക്കും മനുഷ്യന്മാരന്മാർക്ക് നടക്കായിരുന്നു. മാന്യന്മാരായിരിക്കും മനുഷ്യന്മാരെ നടക്കാൻ പറ്റാത്തതുകൊണ്ട് ചേളാരി എന്നൊരു ഐഡന്റിറ്റി ഒരു ടിക്കറ്റുകളെ കയ്യിലില്ലാത്തതുകൊണ്ടാണ്. അത് ശരി. മുസ്ലിം സമുദായത്തിന്റെ മുമ്പിൽ ഞങ്ങളെ കൊണ്ട് പറയിപ്പിക്കരുത്. നിങ്ങളാണ് പറഞ്ഞോളൂ. ഇവിടെ ആകാശം പൊളിഞ്ഞോടും. ഇവിടെ നിങ്ങളാണ് പറഞ്ഞുകൂടിയുണ്ട്. എന്താ ഞങ്ങളെ പേടിച്ചിരിക്കുന്നത്? ഇന്നെങ്ങാണ് പറയും. നിങ്ങൾക്ക് പറയാനുള്ളതൊക്കെ പറയും. മുസ്ലിം സമുദായത്തിലെ ആത്മീയ പണ്ഡിതന്മാരെ കുതിരയേറുന്നതിന് കയ്യും നടക്കുമ്പോഴോ? ഷക്കീലാണ് വേളുവാനുണ്ട് പരിപാടി. ഷക്കീല മനുഷ്യന്മാരെ നന്നാകണമെന്ന് പറഞ്ഞ് വേളെന്ന് പറഞ്ഞാൽ അങ്ങനെ ഉണ്ടാവും. അത് നന്നാകണ്ടേ? ആത്മീയ നേതാക്കന്മാരെ കുതിര കയറുന്നതിന് പരിധി വേണം. ആരാ പറയുന്നത്? ആത്മീയ നേതാക്കന്മാരെ നിർമ്മലേക്ക് കോണിച്ചു കയറുന്ന ഇയാളായി പറയുന്നത്. ഈ രൂപത്തിൽ അവിടെ പരമാവധി അഡ്ജസ്റ്റ് ചെയ്ത് നിൽക്കാൻ പറ്റുമെങ്കിൽ എന്ന് വെച്ചാൽ ആളുകൾക്ക് മഴ കൊണ്ടിറങ്ങാറാണ് അല്ലേ? ആ തലക്കങ്ങളാണ് പോയിക്കോളി. മഴല്ലേ? നമ്മൾ കുരുത്തകട നിങ്ങൾ വരും. അതിന് കുരുത്തകടകൾ വരാൻ നിൽക്കണം. മഴ ഒന്നും നമ്മളെ നിയന്ത്രണത്തിലല്ല. അതുകൊണ്ട് പുറത്ത് പ്രയാസപ്പെടുന്ന ആളുകൾക്ക് ഉള്ളിൽ അങ്ങോട്ട് ഉള്ളിൽ തന്നെ അഡ്ജസ്റ്റ് ചെയ്ത് നിൽക്കാം കേട്ടോ. ഉള്ളിൽ അഡ്ജസ്റ്റ് ചെയ്ത് നിൽക്കാം. ആ കവറിൽ പിടിച്ചെടുക്കുന്നത് അഡ്ജസ്റ്റ് ചെയ്തോ. ആ കവറൊന്ന് മഴനുണ്ട. അപ്പൊ ഏതായിരിക്കട്ടെ, സമസ്ത കേരള ജംഇയ്യത്തുൽ സമസ്ത കേരള ഇസ്ലാം മത വിദ്യാഭ്യാസ ബോർഡിന്റെയും ഒക്കെ ഐഡന്റിറ്റി ഇല്ലാതെയായി പോയി എന്നുള്ളതാണ് നിങ്ങൾ ഏറ്റവും വലിയ പരാജയം. നിങ്ങൾ ഒന്നും പറയാനില്ല എന്നിട്ട് നമ്മളെ പരിഹസിക്കുക. ഏതൊക്കെ രൂപത്തിലാണ് പരിഹസിക്കുന്നത്? SK എന്ന് പറഞ്ഞാൽ സാക്ഷാൽ കളവ് എന്നാണ് അതിനർത്ഥം. SK എന്ന് പറഞ്ഞാൽ സാക്ഷാൽ കളവ്. സമയം തരണ്ടേ? അത് വഹാബ് സഖാഫി മാത്രമല്ല, എല്ലാവരും പറയുന്നുണ്ട്. അത് പഠിപ്പിച്ചെടുത്തത് ആരാരങ്ങള്? പേരോട് അബ്ദുറഹ്മാൻ സഖാഫിയാണ് അതിവർക്ക് പഠിപ്പിച്ചു കൊടുത്തത്. ആ ഉസ്താദ് പഠിപ്പിച്ചെടുക്കാൻ ശിഷ്യന്മാരെ ഏറ്റുപാടുക. ആദ്യം ഉസ്താദ് പറയട്ടെ, എന്നിട്ട് ആരാണ് കളവിന്റെ ആളുകളെന്ന് നമുക്കൊന്ന് പോസ്റ്റ്മോർട്ടം ചെയ്യണം. പറയട്ടെ. വിധിവക്തികാരോട് തീർപ്പിൽ മുവാലാത്ത് എന്നതാണ്. അത് നമുക്ക് പറയുന്നത് വരട്ടെ. നമുക്ക് വേറെയും പണിയുണ്ട്, ഇവർക്ക് വേറെ പണി ഇല്ല. സാക്ഷാൽ കളവ്, അതാണ് SK. അതിനും തെറ്റിവേറ്. കഴുതകളല്ലേ? കഴുതകൾ അല്ലേ? SK എന്ന് പറഞ്ഞ സാക്ഷാൽ കളവുകളെ തൽക്കത് വരട്ടെ. നമുക്ക് വേറെയും പണിയുണ്ട്, ഇവർക്ക് വേറെ പണി ഇല്ല. സാക്ഷാൽ കളവ്, അതാണ് SK. കളവ് മാത്രം ഒരു പ്രസ്ഥാനത്തിന്റെ ആശയം. സത്യം മാത്രം പറഞ്ഞ കൂട്ടരങ്ങളില്ലേ? ഇങ്ങനെ കളവിന്റെ കോല ഇൻഷാല്ല ഞാൻ പറയാൻ പോവാണ്. അങ്ങനെയാണെങ്കിൽ ഞങ്ങൾക്ക് പറയണേ SSF പറഞ്ഞ സകല സ്ഥലത്ത് ഫിത്തനാണ് ഞങ്ങൾക്ക് പറഞ്ഞൂടെ? ഞങ്ങൾ ഇവരെ ആളുകൾ അതൊന്ന് പറഞ്ഞ് പ്രചരിപ്പിക്കലില്ല. ഒരു മൂല്യാര പ്രസംഗാപ്പത്. ഇങ്ങനെയൊക്കെയാണ് ധർമ്മത്തിന്റെ ആളുകൾ പ്രവർത്തിക്കേണ്ടതും പ്രസംഗിക്കേണ്ടതുമൊക്കെ. അപ്പൊ നിങ്ങൾ കളവ് പറയാറില്ല, നിങ്ങൾ കളവുമായിട്ട് ബന്ധപ്പെടാറില്ല, നിങ്ങൾ പരിപൂർണ്ണ 100% ഹൗദുൽ കൗസർ നിങ്ങൾ കുളിച്ചെടുക്കുന്ന ആളുകളാണോ? അത് നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടെങ്കിൽ ഞങ്ങൾക്ക് തോന്നിയിട്ടില്ല. നിങ്ങൾ ഇവിടെ പ്രചരിപ്പിച്ച കളവുകൾ ഏറ്റവും വലിയൊരു കളവുണ്ട്. എന്താ കളവ് പറയുന്നത്? സമസ്ത കേരള ജംഇയ്യത്തുലമായുടെ 85ാം വാർഷിക സമ്മേളനം കൂരിയാട് വരക്കൽ മുല്ലപ്പോയ തങ്ങൾ നഗറിൽ വെച്ചുകൊണ്ട് നടന്നു. ലക്ഷോപലക്ഷം ആളുകൾ പങ്കെടുത്തു. ജനങ്ങളെ കണ്ടിട്ട് അന്ന് തലന്നി കൂടെ ഇപ്പോഴും ബോധങ്ങൾ ബോധം നൽകിയിട്ടില്ല പലർക്കും. അത്രയും ജനങ്ങളവിടെ തടിച്ചുകൂടി. ആ തടിച്ചുകൂടിയ ജനങ്ങളെ ഈ സമ്മേളന നഗരം സ്വീകരിക്കുന്നതോടുകൂടെ കേരളത്തിലെ തലയെടുപ്പുള്ള ജമാഅത്തെ ഇസ്ലാമിയുടെ നേതാക്കന്മാർക്ക് ചായയും പലഹാരവും കൊടുത്ത് സമ്മേളന നഗരിലെ പണ്ഡിതന്മാരെ സ്വീകരിച്ചു എന്ന് വ്യാപകമായി പ്രസംഗിച്ചുകൊണ്ട് നിങ്ങൾ
കളവുകളില്ലേ പ്രസംഗിച്ചു എന്ന് മാത്രമല്ല നിങ്ങളുടെ പ്രസിദ്ധീകരണങ്ങൾ നിങ്ങളത് പ്രസിദ്ധീകരിക്കുക കൂടി ചെയ്തു. ഇത് നിങ്ങളുടെ പുറത്തിറക്കിയ 2012 മെയ് മാസം പുറത്തിറങ്ങിയ സെൻസിംഗാണിത്. ഈ സെൻസിംഗിന്റെ താഴ്ഭാഗത്ത് ഒരു ഫോട്ടോ കാണാം, 4 പേരുടെ ഫോട്ടോ. ഈ ഫോട്ടോ കൊടുത്ത് നിങ്ങൾ വ്യാപകമായി പ്രചരിപ്പിച്ചതുകൊണ്ടാണ് സമസ്തയുടെ 85ാം വാർഷിക സമ്മേളനത്തിൽ ജമാഅത്തുകാർക്ക് സ്വീകരണം കൊടുത്തു. ഈ വിഷയം നിങ്ങൾ പറഞ്ഞപ്പോൾ ഈ ഉള്ളവൻ തന്നെ അതിൽ ഒരുപാട് വേദികളിൽ മറുപടി പറഞ്ഞിട്ടുണ്ട്. പക്ഷേ എന്നാലും ആളുകളെ തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടി വീണ്ടും ഈ പഴയ ചീട്ടുമായിട്ടാണ് നിങ്ങൾ നടക്കുന്നത്. അന്ന് നിങ്ങൾ സിറാജിൽ കൊടുത്ത വാർത്തകൾ ആ ഭാഗത്ത് കാണുന്നത് നമ്മുടെ മനസ്സിലാക്കി. അന്ന് നിങ്ങൾ സിറാജിൽ കൊടുത്ത വാർത്ത ജമാഅത്ത് നേതാക്കൾ സമ്മേളന നഗരി സന്ദർശിച്ചു. നിങ്ങൾ ഫോട്ടോ സഹിതം സിറാജിൽ വാർത്ത കൊടുത്തു. സുബ്ഹാനല്ലാ, നമ്മുടെ നേതാക്കന്മാരുമായി നമ്മുടെ പ്രവർത്തകന്മാർ ബന്ധപ്പെട്ട് സമസ്ത രൂപീകരിച്ചത് തന്നെ ഇത്തരം വിദ്യാർത്ഥികാരെ തളച്ചിടാനാണ്. ആ വിദ്യാർത്ഥികാർക്ക് സ്വീകരണം കൊടുക്കുകയോ? ഉസ്താദ്മാര് ചോദിച്ചു, എവിടെ ഞങ്ങൾ കണ്ടത്? അത് സിറാജിലാണ്. എന്നാ 10 ആലോചിച്ചാൽ അത് 11 വട്ടം ആലോചിച്ചു നോക്കിയപ്പോഴല്ലേ എന്റെ തരികട മനസ്സിലായത്. നിങ്ങൾ കൊടുത്ത ഫോട്ടോയാണത്. ഗുണങ്ങളുണ്ടാവുള്ളൂ. പള്ളി ഉള്ളവർക്ക് പള്ളി ഉണ്ടാക്കിയാലേ പിത്തനുണ്ടാവുള്ളൂ. പള്ളി ഇല്ലാത്തവർക്ക് പള്ളി ഉണ്ടാക്കുക. അതാണ് ജനസേവനം. അതാണ് പർച്ചേന് പൊരുത്തപ്പെട്ട പണി. അതാണ് ആൺകുട്ടികൾ ചെയ്യേണ്ട പണി. അതിന് 40 കോടിയാണ് ഉസ്താദ് പള്ളി ഉണ്ടാക്കിയത്. അതിന് 40 കോടിയാണ് ഉസ്താദ് പള്ളി ഉണ്ടാക്കിയത്. അതിന് 40 കോടിയാണ്. എവിടെ ഉണ്ടാക്കിയത് 40 കോടിയുടെ പള്ളി? നിങ്ങളെന്താ അതിനെ പറ്റി മിണ്ടിയില്ലല്ലോ. പള്ളിയെപ്പറ്റിയും യൂണിവേഴ്സിറ്റിയെ പറ്റിയും അതുപോലെ തന്നെ മുടിയെപ്പറ്റിയും നിങ്ങൾ ഒരക്ഷരം വേണ്ടിയില്ല. എന്തെങ്കിലും ഉണ്ടാകുന്നു. ഞമ്മക്കൊരു മർമ്മപ്രധാനമായ വിഷയം മുടിയല്ലേ. കാര്യമായി കഴിഞ്ഞ പ്രസംഗത്തിൽ നമ്മളെ സംബന്ധിച്ച് ഒരുപാട് പറഞ്ഞിരുന്നു. നിങ്ങളൊന്നും അതിനെപ്പറ്റി വേണ്ടിയില്ല. എന്തെങ്കിലും നിങ്ങൾ പറയുന്ന നമ്മൾ കരുതി നിങ്ങളത് വേണ്ടിയിട്ടെന്നില്ല. നന്നായി കള്ളം പറയുന്ന കക്ഷികൾ നിങ്ങളിൽ വരും. നിങ്ങളെ നന്നായി കബളിപ്പിക്കുന്ന കക്ഷികൾ വരുന്നതാണ്. ആ രീതി നിങ്ങളെ നോക്കി വളരെ നന്നായി. يكون في آخر الزمان رجالون كذابون يأتونكم بأحاديث بما لم تسمعوا أنتم ولا آباؤكم. നിങ്ങളും നിങ്ങളുടെ മുൻഗാമികളും കേട്ടിട്ടില്ലാത്ത കണ്ടിട്ടില്ലാത്ത ഒരുപാട് കളവുകൾ പറഞ്ഞുകൊണ്ട് ഇവർ ആളുകൾ പ്രത്യക്ഷപ്പെടും. അത് നിങ്ങളെപ്പറ്റി തന്നെയാണെന്നാണ് നമ്മൾ വിശ്വസിക്കുന്നത്. എങ്ങനെയാണ് കബളിപ്പിക്കുമെന്ന് വരക്കിൽ തങ്ങളെ ശീലവരെ കയ്യിലുണ്ടാകും. വരക്കിൽ തങ്ങളെ തലപ്പാവരെ കയ്യിലുണ്ടാകും. വരക്കിൽ തങ്ങളെ കന്തൂരാവരെ കയ്യിലുണ്ടാകും. പക്ഷേ മാലം ചസ്മവോ അഞ്ചും നിങ്ങളോ നിങ്ങളെ പൂർവീകരോ പറയാത്തത് അള്ളാന്റെ ദീനിന്റെ പേരിൽ സമസ്ത കേരള ജമീയത്തുലമയുടെ പേരിൽ കൊണ്ടുവരുന്ന കക്ഷികളാണെന്ന് അങ്ങനെ ഹദീസുണ്ടോ? അല്ല, അങ്ങനെ ഹദീസുണ്ടോ? നമ്മൾ കേട്ടിട്ടില്ല. തുടക്കത്തിൽ പറഞ്ഞാൽ അങ്ങനെ ഹദീസുണ്ട്. അവസാനങ്ങൾ പറഞ്ഞ അങ്ങനെ ഹദീസ് നമ്മൾ കണ്ടിട്ടില്ല. അത് നമ്മൾ വിവരക്കേടുണ്ടായിക്കോ ഉണ്ടെങ്കിൽ നമുക്കൊന്ന് അയച്ചെന്നാ നല്ലതാണ്. അപ്പോ ഈ നിലക്ക് സമസ്ത കേരള ജമിയത്തുലമയുടെ തലപ്പാവും സീലും മോക്കങ്ങളെ കയ്യിലുണ്ടാകും. അങ്ങനത്തെ ഒരു വിഭാഗം ഇവിടെ വരുമെന്ന് ഖാല റസൂലുള്ളാഹി. ഞങ്ങൾക്കത് വളരെ വ്യക്തമാണ്. നിങ്ങളുടെ കയ്യിൽ സീലുമില്ല, വരക്കൽ തങ്ങളെ തലപ്പാവുമില്ല, അവരുടെ പാരമ്പര്യമില്ല, അവരുടെ കുടിച്ചോറില്ല, അവരുടെ ഫിത്തൽ പോലെ നിങ്ങളുടെ പക്കലില്ല. നിങ്ങളുടെ പക്കലുള്ളത് കുത്തിത്തിരിപ്പും ഫിത്തനയും മാത്രമാണ്. ആരാ കളവിന്റെ ആളുകൾ കേട്ടോളി. രണ്ടാമത്തോടും കേട്ടോളി. തിരുവനന്തപുരം ജില്ലയിലെ പനച്ചിമൂടി എന്ന് പറയുന്ന ഒരു പ്രദേശമുണ്ട്. അവിടുത്തെ ഒരു മുജാഹിദിന്റെ പ്രവർത്തകൻ സുന്നിയായി. അയാൾ എന്തിനാ സുന്നിയായിരുന്നൊക്കെ കുറച്ച് ഞങ്ങൾക്ക് മനസ്സിലാവും. സുന്നിയായി എന്ന് മാത്രമല്ല, അയാൾ എന്ത് ചെയ്തു? അവിടുത്തെ കുറെ മുജാഹിദിന്റെ ആളുകളെ ശബ്ദം കെട്ടി. അവരോട് പറഞ്ഞു, നമുക്ക് MSM എന്ന് രാജിവെച്ചൊരു സംഘടന ഒന്ന് മാറുക, അത് നമ്മൾ പരസ്യം പ്രഖ്യാപിക്കുക. കാരണം അവരുടെ ഉള്ളിലുള്ള പ്രശ്നമാണ്. എന്നായിക്കോട്ടെ, നമ്മൾ അതിന് വേണ്ടി യോഗം കൂടുക. അങ്ങനെ പത്രസമ്മേളനം ഈ പറഞ്ഞ ചെറുപ്പക്കാരന്റെ നേതൃത്വത്തിൽ ഒരു പത്രസമ്മേളനം വിളിച്ചുകൂട്ടി.
പത്രം എന്നാണ് വിളിച്ചു കൂട്ടിയിട്ട് ഇയാൾ പറഞ്ഞു ഞങ്ങൾ ഇവിടെ കൂടിയത് മുജാഹിദ് രാജിവെച്ചിട്ട് സുന്നിക്ക് പോകാനാണ് ഞങ്ങൾ കൂടിയതെന്ന് ഇയാൾ പ്രഖ്യാപിച്ചു. അത് പിന്നാലെ വന്നവരൊക്കെ ആകെ അന്തമുണ്ട്. നമ്മൾ അതിൽ വന്നതല്ലെന്നോ, നമ്മൾ MSM രാജിവെക്കുക എന്ന് പറയാൻ വേണ്ടി വന്നതല്ലേ, ഇതിന് വന്നതല്ലെന്നോ. വലിയ പ്രശ്നമായി ഇവരെന്ത് ചെയ്തു? അത് വ്യാപകമായി പ്രചരിപ്പിച്ചു. ഇതാ തിരുവനന്തപുരത്ത് നിന്ന്, ഇതാ പനച്ചിമൂടി എന്ന് പറയുന്ന പ്രദേശത്തു നിന്ന് 100ഓളം ആളുകൾ ഇതാ കാന്തപുരം സുന്നിയിലേക്ക് ഇതാ കടന്നുകൊണ്ടിരിക്കുന്നതിന് വ്യാജ പ്രചരണം നടത്തി. അവസാനമായ യോഗത്തിൽ പങ്കെടുത്ത, പത്രസമ്മേളനത്തിൽ പങ്കെടുത്ത ആളുകൾക്ക് സത്യം വെളിപ്പെടുത്തേണ്ടി വന്നു. പറയട്ടെ, അത് കാണുമല്ലോ. അവനെന്താ പത്രത്തിൽ കൊടുത്തത്? ഇതാ മുജാഹിദ് പ്രസ്ഥാനത്തിൽ നിന്ന് KNM വിട്ടിട്ടിതാ കാന്തപുരം ഗ്രൂപ്പിലിതാ തിരുവനന്തപുരം ജില്ലയിലെ പനച്ചിമുടി എന്ന് പറയുന്ന പ്രദേശത്തുള്ള 100ഓളം ആളുകൾ ഇതാ കടന്നു വന്നിട്ടുണ്ടെന്ന് വ്യാജ പ്രചരണം നടത്തി. എന്നിട്ട് അവിടുത്തെ മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ യൂണിറ്റ് പ്രസിഡന്റായ മുഹമ്മദ് ഖാജ എന്ന പേരോട് വിട്ടവർ അയാളെന്നറിയുന്നത് അല്ല. അങ്ങനെ അയാൾ പത്രസമ്മേളനം നടത്തി കാര്യങ്ങൾ പറയേണ്ടി വന്നു. വരട്ടെ, ഇത് നിങ്ങൾ പത്രസമ്മേളനം നടത്തിയ വ്യക്തിയാണല്ലോ അതിന്റെ കുഴപ്പം. അത് യഥാർത്ഥത്തിൽ നിങ്ങളെ ബോധപൂർവം, അതായത് മൂപ്പര് എല്ലാ കാര്യങ്ങളും പറഞ്ഞാണോ നിങ്ങളെ കൊണ്ടുപോയത്? ഇല്ല, അവൻ MSM നിന്ന് രാജിവെച്ച് പോവുകയാണെന്നാണ് പറഞ്ഞു കൊണ്ടുപോയത്. അതിനാണ് കൊണ്ടുപോയത്. അവിടെ ഇരുന്നിട്ടാണ് അവൻ കാന്തപുരത്തിൽ കയറുന്ന കാര്യം വെളിപ്പെടുത്തിയത്. അജ്മലിന്റെ അവിടുത്തെ പ്രവർത്തനങ്ങളെക്കുറിച്ച്, പ്രത്യേകിച്ച് പനച്ചിമുള്ള പ്രവർത്തനങ്ങളെക്കുറിച്ച് ഇക്കാര്യമായിട്ടാണ്. അവന് അവിടെ പ്രവർത്തനമില്ല. പനച്ചമോട്ടില് കേരളത്തിന്റെ ഒരു പ്രവർത്തനവുമില്ല. ഈ പ്രവർത്തനം എന്തെങ്കിലും ഉണ്ടോ? അത് തുടങ്ങിക്കഴിഞ്ഞു. കഴിഞ്ഞ നോമിലെന്തോ നോമിനെ ബുറുക നടത്തി എന്നാണ് ഉറപ്പാണ്. ഈ വിഷയത്തിൽ ഞാൻ വഞ്ചിക്കപ്പെട്ടവനാണ്. നിങ്ങളെ ഒരിക്കലും കേരള നിർവൃത്തി മുജാഹിദിനെ ആദർശത്തിൽ മാറുന്ന പ്രശ്നമില്ല. കാന്തപുരത്തിന്റെ സംഘടനയായിട്ട് ഒരു ബന്ധവുമില്ല എനിക്ക്. അത് 100 പേര് പോയി എന്നൊക്കെ പറയുന്നത്, അതിന് അവിടെ മൊത്തം 7 പേരാണ് യൂണിറ്റിലുള്ളത്. എങ്ങനെ 100 പേര് പോകും? മനസ്സിലായി പറഞ്ഞത്? അവൻ പനച്ചിമൂടിൽ നിന്ന് 100 മുജാഹിദ് പ്രവർത്തകർ രാജിവെച്ചിങ്ങനെ AP സുന്നിക്ക് പോയത് കേൾക്കണ്ടല്ലോ. എന്തായാലും വസ്തുത. അപ്പൊ അയാൾ പറഞ്ഞു ഞങ്ങളിവിടെ ആകെ 7 ആളുണ്ട്, പിന്നെ 100 ആള് പോവുക. ഇങ്ങനെ പച്ചക്കളവ് മാത്രം പ്രചരിപ്പിക്കുക. ഇതിനു വേണ്ടി മാത്രം ഒരു സംഘടന. ഞങ്ങളതൊന്നും കൂടുതൽ പറയുന്നില്ല. പക്ഷേ നിങ്ങളിങ്ങനെ കളവ് പറയുന്നത് ഞങ്ങൾക്ക് അത്ഭുതമില്ല. കാരണം നിങ്ങളുടെ നേതാക്കന്മാർ തന്നെ രഹസ്യമായ സംഭാഷണങ്ങളിൽ പറയുന്നതുണ്ടാവും. നമ്മുടെ പ്രസ്ഥാനത്തിനും പ്രസ്ഥാന നേതാക്കന്മാർക്കും കളവ് പറയുന്നതിൽ യാതൊരു മടിയുമില്ല എന്നാണ് നിങ്ങളുടെ പ്രവർത്തകന്മാരും നേതാക്കന്മാരും പരസ്പരം ഫോൺ ചെയ്യുമ്പോൾ പറയുന്നത്. അത് പിന്നെ റെക്കോർഡായിട്ട് പുറത്തു വരുമ്പോഴാണ് നാട്ടുകാർ വിവരം അറിയുന്നത്. സാറി സക്കാബി പറയട്ടെ. നമ്മളെ പ്രസ്ഥാനം എന്ന് പറഞ്ഞാൽ നുണ പറയാൻ യാതൊരു മടിയില്ലാത്ത പ്രസ്ഥാനമാണ്. അപ്പൊ അതുകൊണ്ട് ഞാൻ ഇതിലെന്താട്ട് എനിക്കിതിൽ താല്പര്യമില്ലാത്തത്. ഞാൻ നെഗറ്റീവായി ചിന്തിക്കുന്ന ആളല്ല. പക്ഷെ ഈ കാര്യത്തിൽ കാന്തപുരത്തെ തിരുത്തുന്ന കാര്യത്തിൽ ഒരാൾ വിചാരിച്ചാലും ഒന്നും നടക്കാൻ പോകുന്നില്ല. അദ്ദേഹത്തിന്റെ ചിരി കാണാമെന്നല്ലാതെ അതല്ലെങ്കിൽ യാതൊരു ഒരുക്കത്തിലോ ഒരിക്കൽ മുൻനിർത്തി സംഘടനകളെ പുറത്താക്കുമെന്നല്ലാതെ വേറെ ഒന്നും നടക്കാൻ പോകുന്നില്ല. എന്താ അദ്ദേഹം പറഞ്ഞത്? കാന്തപുരത്തിന്റെ പ്രൈവറ്റ് സെക്രട്ടറി നടന്ന ആളാണ് സാലി സഖാഫി. എന്താണ് പറഞ്ഞത്? കാന്തപുരം എന്ത് ചെയ്താലും പറഞ്ഞാലും അയാൾ തിരുത്താൻ ഒരാൾക്കും കഴിയൂല. അത് പറയുമ്പോൾ നോക്കി നോക്കി ചിരിക്കത്രേ. ഇത്ര മാത്രമാണ് അയാൾ ചെയ്യാറുള്ളതെന്നാണ് ശിഷ്യന്മാർ പറയുന്നത്. ഇങ്ങനൊക്കെ പാടെ കൂടി വായിച്ചു നോക്കിയത് കൊണ്ടായിരിക്കാം സമസ്ത എന്ന മഹിതമായ പ്രസ്ഥാനത്തിന്റെ ഉപാധ്യക്ഷനായ നമ്മുടെ ഖനനന്റെ കഷ്ടമായ പാലക്കാട് ആറ്റപ്പു പരസ്യമായി പ്രഖ്യാപിച്ചത് ഈ പറയപ്പെട്ട വിഘടകന്മാരടങ്ങി നിൽക്കണം, അവർ മഹല്ലുകളിൽ പ്രശ്നമുണ്ടാക്കരുത്, നാട്ടിൽ കുഴപ്പമുണ്ടാക്കരുത്. എന്നിട്ട് മഹാനായ ആറ്റപ്പു ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് പ്രാർത്ഥന നടത്തിയത്. വിഘടിതന്മാരെ ഷറിൽ നിന്ന് പഠിച്ചോ നമ്മളെ കാക്കട്ടെ. 10,000 തിങ്ങി നിറഞ്ഞ സദസ്സിലാണ് ആറ്റപ്പു വരുന്നത്. മഹാനായ പാലക്കാട് സയ്യിദ് ഹൈദർ അലി ശിഹാബ് തങ്ങളുടെ സറഫാക്കപ്പെട്ട ശരീരത്തിൽ നിന്ന് അങ്ങനെ പ്രാർത്ഥന നിങ്ങൾ വരുത്തിച്ചിട്ടുണ്ടെങ്കിൽ നിസ്സംശയമാണ് അതിന്റെ തിക്തഫലമാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ ആറ്റപ്പ് ദ്വാരക്കലില്ല, നിങ്ങൾ ദ്വാ ചെയ്യിപ്പിച്ചതാണ്. തങ്ങൾ പറയട്ടെ. അവരെല്ലാം തീർച്ചയായിട്ടും
ഈ സമൂഹത്തെ ചൂഷണം ചെയ്യുന്ന വിഭാഗമാണ് എന്ന്. ഇവിടെയുള്ള വിഘടിതർ തീർച്ചയായിട്ടും ഇവിടെ അടങ്ങി നിൽക്കണം എന്ന് മാത്രമാണ് ഈ സമൂഹത്തിൽ ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത്. അല്ലാഹു അവരുടെ എല്ലാ ഷർറിൽ നിന്നും എല്ലാ ശത്രുതയിൽ നിന്നും അല്ലാഹു നമ്മെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. ആമീൻ. കണ്ണുകള് ഇങ്ങനത്തെ ഒരു പ്രാർത്ഥന തങ്ങൾ പ്രാർത്ഥിക്കേണ്ടി വന്നതാണ്. പാണക്കാട് കുടുംബത്തിലേക്ക് കൊടുപ്പനക്കൽ തറവാട്ടിലേക്ക് കടന്നു വരുന്ന 10,000 ആശ്വാസത്തിന്റെ വാക്കും സമാധാനത്തിന്റെ തെളിവീരും കൊടുത്ത് സർവർക്കും സാന്ത്വനമായി മാറുന്ന പാണക്കാട് സാധാത്യങ്ങളെ കൊണ്ട് നിങ്ങളിങ്ങനെ പ്രാർത്ഥിച്ചതാണ്. ഈ പറയപ്പെട്ട ആറ്റപ്പ് കാര്യപ്പെട്ടാണെന്ന ആളാണ് നിങ്ങളിൽ വിശ്വാസം. അതുകൊണ്ടാണല്ലോ പിന്നെ തിരുരങ്ങാടി പള്ളി ഉദ്ഘാടനത്തിന് തങ്ങൾ വരാത്തതിന്റെ പേരിൽ നിങ്ങൾ സങ്കടപ്പെട്ടത്. പറയട്ടെ, തങ്ങൾ പറയട്ടെ, ബാക്കി പറയട്ടെ, ശ്രദ്ധിക്കും. എല്ലാ ശത്രുതയിൽ നിന്നും അല്ലാഹു നമ്മെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. ഇനി ഒരിക്കലും ഒരു അയഞ്ഞ നിലപാട് ആരും സ്വീകരിക്കരുത് എന്ന് മാത്രം. പോട്ടെ കഴിഞ്ഞോ? എന്താ തങ്ങൾ പറഞ്ഞത്? ഒരു അയഞ്ഞ നിലപാട് ഇവരോട് സ്വീകരിക്കരുത്. അതുകൊണ്ടാണ് വെട്ടുകാടുള്ള സമസ്തയുടെ പ്രവർത്തകന്മാർ സന്ധിയില്ലാ സമരമായി കാന്തപുരം വിഭാഗത്തിന്റെ ശക്തമായ നുണപ്രചരണങ്ങളെ തടുത്തു നിർത്താൻ വേണ്ടി ഇങ്ങനൊരു പരിപാടി സംഘടിപ്പിച്ചിട്ടുള്ളത്. ഞങ്ങളുടെ നേതാവ് ഞങ്ങളോട് പറഞ്ഞിട്ടുണ്ട്, ഇവനോട് അയഞ്ഞ നിലപാട് സ്വീകരിക്കേണ്ടവരല്ല, ഇവരെ ദീനിന്റെ ശത്രുക്കളാണ്, ഇസ്ലാമിന്റെ ശത്രുക്കളാണ്. ആരെയും ആചാരം വാങ്ങി വന്ന് ദീനിന്റെ കെട്ടുറപ്പ് തകർക്കാനാണ് ഇവരിവിടെ രംഗപ്രവേശനം നടത്തിയിട്ടുള്ളത്. അതിന്റെ ഭാഗമായിട്ടാണ് നാടിതുവരെ ഈ മുടി കൊണ്ടുവന്ന കാന്തപുരത്തെയും ആ മുടി സൂക്ഷിച്ച സ്ഥാപനത്തെയും മഹത്വവൽക്കരിക്കാൻ വേണ്ടി പകരാസര സ്വപ്ന കഥകളുമായി വന്നത്. ഇപ്പൊ പകരം ഉറങ്ങാറുണ്ട്, പക്ഷെ സ്വപ്നം കാണാറില്ലല്ലോ. ഇല്ല, അതിന് കാരണം എന്താ ഞാൻ പറഞ്ഞുതരാം. ഇനി കണ്ടാൽ തന്നെ പുറത്ത് പറയാറുണ്ടോ? പറയാറില്ല. ഇനി പറഞ്ഞാൽ തന്നെ ശീലയാക്കാറുണ്ടോ? ശീലയാക്കാറില്ല. അതെന്താ അങ്ങനെ ചെയ്യാതിരുന്നത്? അങ്ങനെ ചെയ്യാതിരിക്കാതെ ശക്തമായ പലകയടിച്ച് ആണി നമ്മൾ വേടിയിട്ടുണ്ട്. അതൊക്കെ നമ്മൾ പറഞ്ഞതിന്റെ വലിയ വലിയ ഫലങ്ങളൊക്കെ ഇവിടെ കണ്ടിട്ടുണ്ട്. പകരാശരിയെ ഞങ്ങൾ അറിയില്ല എന്ന് പേരുട സഖാഫിയെ കൊണ്ട് പരസ്യമായി പറയിപ്പിക്കാൻ ഈ ആദർശ സമ്മേളനങ്ങളെ കൊണ്ട് ഞങ്ങൾക്ക് സാധിച്ചിട്ടുണ്ട്. ഉപ്പില്ലാതെ അയാളുകൾ നടക്കണമെന്ന് നമുക്ക് നിവൃത്തിയില്ല. എന്തെല്ലാം സ്വപ്നങ്ങളായ അയാൾ പറഞ്ഞത് ഞങ്ങളൊന്നും കേൾപ്പിക്കണില്ല. ഒന്ന് മാത്രം സാമ്പിളിന് പറയാൻ അല്ലേ? നേരത്തെ വഹാബ് എന്ന് പറഞ്ഞില്ലേ, മർക്കസിലേക്ക് റസൂലുള്ളാഹി തങ്ങൾ എന്നൊരു ഫുലാനെ പറഞ്ഞയച്ചു എന്നതുപോലെ പരിശുദ്ധമായ റൗളയുടെ സമീപത്ത് രോഗശമനത്തിന് ചികിത്സ നടത്താൻ ദിക്റിന്റെ പിസ്തിയുടെ ചികിത്സയ്ക്ക് വേണ്ടി വന്നിരുന്ന ഒരാളോട് പുണ്യപ്രവാചകർ കടന്നു വന്നിട്ട് ഇജിബർന്ന് ദ്വാരക്കണ്ട മർക്കസിക്ക് പോയിക്കോ എന്ന് പറഞ്ഞു അത്രേ. നമ്മൾ എത്രയോ കാലമായി ചോദിക്കുന്നു, സാധു ആ ആളുടെ പേരും നാടുമെന്ന് പറഞ്ഞു തരുമോ? എന്താ പറഞ്ഞത്? രോഗം ബാധിച്ച ഒരാള്, അയാളുടെ രോഗശമനത്തെ പല ചികിത്സയും നടത്തി, രോഗം സുഖപ്പെടുന്നില്ല. ആരോ പറഞ്ഞു അത്രേ, നിങ്ങളെ റൗളനടുത്തേക്ക് പോയിക്കോളി മദീനത്തേക്ക്, എന്നിട്ടാണ് 19 ദിവസത്തെ ഒരു ബിസ്മിലെ ചികിത്സ നിങ്ങൾ അത് നടത്തിക്കോളി, നിങ്ങൾക്ക് രോഗം സുഖപ്പെടും. ഇയാളെ പരിശുദ്ധമായ മദീനയിൽ ചെന്നു, റൗളയുടെ സമീപത്ത് ചെന്നു. ആ റൗളയുടെ സമീപത്ത് ഈ പറയപ്പെട്ടതുപോലെ ദിക്ർ ചൊല്ലി പ്രാർത്ഥന നടത്തിക്കൊണ്ടിരിക്കുന്നു, ദുആ ചെയ്തുകൊണ്ടിരിക്കുന്നു, നബി തങ്ങളെ തവസ്സുൽ ചെയ്തുകൊണ്ട്. ഒരു ദിവസം ദ്വാരക്കുമ്പോൾ നബി ആളെടുത്ത് വന്നിട്ട് പറഞ്ഞല്ലോ, ഇജ്ജ് പറഞ്ഞു ദ്വാരക്കണ്ടെങ്കിൽ മർക്കസിക്ക് പോയിക്കോ എന്ന് പറഞ്ഞു. അങ്ങനെ അയാൾ മർക്കസിൽ വന്ന് ദ്വാരുന്നു എന്നാണ് കഥയുടെ പര്യവസാനം. അത് ഇയാൾ പറയട്ടെ, പകരാശിന് പറയട്ടെ, എന്നിട്ട് നമുക്കൊന്ന് പറയാണ്ട്. അപ്പോ ഡോക്ടർ പറഞ്ഞു അൽഹംദുലില്ലാഹ് അദ്ദേഹത്തിന് രോഗമില്ല, ക്യാൻസറില്ല. അയാൾ രണ്ടാമത് ഗൾഫിലേക്ക് തിരിച്ചുപോയി. 2 വർഷത്തോളം ജോലി ചെയ്തതിനു ശേഷം വയറിന് വേദന വീണ്ടും വന്നു. അദ്ദേഹം എന്നോട് പറയുന്നു, വയറിന് വേദന വന്നത് ഒരു പരിഹാരവുമില്ല. ഒരാള് പറഞ്ഞു, നിങ്ങൾ ഒരു 19 ദിവസം ബിസ്മി കൊണ്ടുള്ള ഒരു ദിക്ർ പറഞ്ഞു. അതെങ്ങനെ എനിക്കറിഞ്ഞൂടാ. അയാളത് ചൊല്ലാൻ വേണ്ടി അറബിയോട് സമ്മതം ചോദിച്ചു. മദീനയിൽ പോയി ചെല്ലണം. അറബി പറഞ്ഞു പോയിക്കോ, എന്റെ രോഗമല്ലേ. 19 ദിവസം മദീനയിൽ നിന്നു. മദീനയിൽ അദ്ദേഹം 19 ദിവസം നിൽക്കുമ്പോൾ പല അനുഭവങ്ങളും ഉണ്ടായതായി അവരോട് പറഞ്ഞു. അക്കൂട്ടത്തിൽ പറഞ്ഞു, എനിക്ക് റസൂലുള്ളാഹി അതാ മദീനയിൽ നിന്ന് കാണിച്ചു തരുന്നു എന്ന കോളേജ്, അതിൽ സഹീഹുൽ ബുഖാരി. സഹോദരന്മാരെ, 700ഓളം പണ്ഡിതന്മാർക്ക് ലോകപ്രസിദ്ധമായ സഹീഹുൽ ബുഖാരി എനിക്ക് റസൂലുള്ളാഹി കാണിച്ചു തന്നു. എന്നിട്ട്
പറയുന്നു, നീ അവിടെ പോയി ഖുർആൻ പഠിപ്പിക്കുക. എന്റെ റസൂൽ എന്ന് പറഞ്ഞത് ഇജ് ഇവിടുന്ന് ദ്വാരക്കണ്ട മർക്കസ് പോയി ദ്വാരുന്നു എന്ന് അയാളോട് പറഞ്ഞു. ഞങ്ങൾ പണ്ട് ചോദിക്കുന്ന ചോദ്യമാണ്, ഇവിടുന്നും ഞങ്ങൾ ചോദിക്കാം. അങ്ങനെ റസൂലുള്ളാഹിന്റെ റൗള നിർത്തുന്ന ദ്വാരത്തില് ആ ദ്വാ ചെയ്ത അവരുടെ പേര് നാടെന്ന് പറഞ്ഞാൽ മതി, അങ്ങ് സൂചന തന്നാ മതി. ഞങ്ങൾ അന്വേഷിച്ച് കണ്ടുപിടിച്ചോല. ജാഹിൽ ഉലമാന്റെ അടുത്ത് മുടി വാങ്ങിയതുപോലെ ഞങ്ങളോട് പോയിട്ട് കാര്യങ്ങളൊക്കെ തീരുമാനമാക്കിക്കോളാം. ആളെ പേര് നാടും പറ. ഇങ്ങനെ കള്ളക്കഥകളും തോന്നിവാസങ്ങളും അത് മർക്കസിലേക്ക് ആളെ റിക്രൂട്ട് ചെയ്യുന്ന പണിയാണ് പരിശുദ്ധമായ റൗളയിൽ പുണ്യപ്രവാചകർക്ക് എന്നല്ലേ പറഞ്ഞതിനർത്ഥം. നിങ്ങൾ എല്ലാ കച്ചവടത്തിലും റസൂലുള്ളാഹിനെ കൂട്ടുന്നത്. നമ്മൾ ഇത്തരം സ്വപ്നങ്ങൾ സമുദായ മധ്യത്തിൽ തുറന്നു വെച്ച് സർവിധ ചെലവുകൾ നടത്തി പോസ്റ്റ്മോർട്ടം നടത്തി അവർ പേരോടിന്റെ വക ഒരു താങ്ങല്. എന്താ സ്വപ്നം കണ്ടെന്താ തകരാറ് നാ മൂപ്പര് ചോദിക്കണേ. അത് ചോദിക്കട്ടെ, ഒരു തകരാറ് ഞാൻ പറഞ്ഞുതരാം. സുഹൃത്തുക്കളെ, അങ്ങനെ ചില സ്വപ്നങ്ങൾ പലരും കാണാറില്ലേ? കാണാറുണ്ട്. അതിലിപ്പോ ആരും മുടക്കൊന്നുമില്ലല്ലോ. മകന് കണ്ണും ചിമ്മേൽ കടന്ന് അന്തം വിട്ടാണ് പറഞ്ഞു ആർക്കും ഇത് കാണാം. ഇനി എന്താ ഈ സ്വപ്നം കണ്ടാൽ എന്താ പ്രശ്നം? എനിക്ക് മനസ്സിലാവും. സ്വപ്നം കാണാൻ പറ്റില്ല, അത് എവിടെ കിട്ടിയത്? അങ്ങനെ ഞങ്ങൾ പറഞ്ഞിട്ടില്ല. സ്വപ്നം സൗകര്യമുള്ളവർക്കൊക്കെ കാണാം. പക്ഷെ ഇജാതി അന്തം വിട്ട സ്വപ്നം കാണാൻ പറ്റില്ല, അതാ പറഞ്ഞേ. അന്തം വിട്ട തനിമാലില്ലാത്ത സ്വപ്നം ആരെ പറഞ്ഞോ, എവിടുന്നേ പറഞ്ഞോ, എങ്ങനെ അതൊന്നും അറിയില്ല. ഇങ്ങനെയുള്ള സ്വപ്നങ്ങൾ കാണരുതെന്നും കണ്ട സ്വപ്നങ്ങൾ സമുദായത്തോട് ഇങ്ങനെ പറയരുതെന്നും പരിശുദ്ധമായ ദീനിന്റെ ഹിദായത്തിന്റെ വഴിയിൽ നിന്ന് പേച്ചു പോകാൻ മാത്രം പര്യാപ്തമായ വിഷയങ്ങളൊക്കെ പറഞ്ഞത്. അള്ളാഹ്ക്ക് എന്തെങ്കിലും ചെയ്യണമെങ്കിൽ ഇയാളോട് ചോദിക്കണമെന്ന്. പിന്നെ പ്രൈവറ്റ് സെക്രട്ടറിയാണല്ലോ പറച്ചോനെന്ന് പറഞ്ഞാല് ഈ രൂപത്തിലുള്ള സംസാരങ്ങളൊക്കെ നടത്തി അവസാനം പറഞ്ഞു ഞങ്ങൾക്ക് ഇയാൾ അറിയില്ല പറഞ്ഞു. അത് ഞങ്ങളുടെ ഈ ആദർശ പ്രചരണത്തിന്റെ വലിയൊരു വിജയമായിട്ടാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. പത്തപ്പിലും പറഞ്ഞു എസ്കക്കാർക്ക് ഞങ്ങൾ മറുപടി പറയില്ല എന്നതുപോലെ സ്വപ്നം കണ്ട് പകരനെ ഞങ്ങൾ അറിയില്ല എന്ന് പരസ്യമായി പേരോഗ്രമ സക്കാത്ത് പറഞ്ഞില്ലേ. വരട്ടെ, ഉസ്താദിനെ എന്റെ വിഷയത്തിൽ സ്വപ്നം കണ്ട ചില സംഭവങ്ങൾ ഒരു അക്ഷരി പറഞ്ഞ ഈടിയുടെ ക്ലിപ്പ് കേൾപ്പിച്ചിട്ടാണ് ഇവരോട് കുറേ ആശന അങ്ങനെ പറഞ്ഞതിന് കുഴപ്പമില്ല, ഓർക്കത്ത് കണ്ടതിനും കുഴപ്പമില്ല. നമ്മളങ്ങനെ ഓരങ്ങനെ പറഞ്ഞുകൂടെന്ന് പറഞ്ഞാൽ ഞമ്മക്കാപ്പം വലിയ കുഴപ്പമായത് അല്ലേ. അത് കുഴപ്പമാണെങ്കിൽ അത് കുഴപ്പമായിട്ടാണ് കൂട്ടിയാൽ മതി. ഞാൻ പറയാ ഇങ്ങനെയൊക്കെയാണ് ഞാനെന്ന് പറഞ്ഞോ. അങ്ങനെ ഞങ്ങളും പറഞ്ഞിട്ടില്ലല്ലോ. എ പി ഉസ്താദ് ഇങ്ങനെയൊക്കെ പറഞ്ഞു ഞങ്ങൾ പറഞ്ഞിട്ടില്ല, പകര പറഞ്ഞു ഞങ്ങൾ പറഞ്ഞത്. എ പി ഉസ്താദ് പറയിച്ചതാണോ? അത് ഞമ്മക്കറിയില്ല. അറിയാത്ത വിഷയത്തിൽ നമ്മൾ ഇടപെടുന്നില്ല. പറയിച്ചതാകാം, പറയിച്ചതല്ലാതെയാകാം, ഞങ്ങളതിൽ ഇടപെടുന്നില്ല. എ പി ഉസ്താദ് പറഞ്ഞോ? ആരോ എ പി ഉസ്താദ് പറഞ്ഞിട്ടില്ല. പറഞ്ഞത് പകരേതെന്നാണ് ഞങ്ങൾ പറഞ്ഞത്. എ പി അങ്ങനെ പറഞ്ഞു ഞങ്ങൾ പറഞ്ഞിട്ടില്ല. ഇന്നോട് ചോദിക്കണമെന്നല്ല എ പി പറഞ്ഞത്. എ പിയോട് ചോദിക്കുന്നത് പകര പറഞ്ഞത് ഞങ്ങൾ പറഞ്ഞത്. കുറച്ച് പുറത്തെ ആരോ ഒരാൾ എവിടെയോ സ്വപ്നം കണ്ടിരുന്നു, എവിടുന്നോ പറഞ്ഞു. ഉത്തരവാദിയാവോ? ആരോ ഒരാൾ എവിടുന്നോ പറഞ്ഞതല്ല. നിങ്ങൾക്ക് പകരാഴ്ചനെ അറിയില്ലേ? പകരാഴ്ചനെ ചാലിയത്തിനടുത്ത് പകര എന്ന് പറയുന്ന പ്രദേശത്തുനിന്ന്, വൈലത്തൂരിനടുത്ത് പകര എന്ന പ്രദേശത്തുനിന്ന് ചാലിയത്ത് നടത്തുന്ന മുഹമ്മദ് ആഴ്ചനി ആ വർക്കത്ത് കാണുന്നതാണ്. നിങ്ങൾക്ക് അയാൾ അറിയേ? എവിടോ ഉള്ളൊരു ആഴ്ചനി എന്തെങ്കിലും പറഞ്ഞാൽ ഞങ്ങൾ ഉത്തരവാദിയല്ല. നിങ്ങൾക്ക് അങ്ങനെ പറയേണ്ടി വന്നത് ഒന്നിനും പറയണ്ട ഭാഗം. ആരോ ഒരാൾ എവിടെയോ സ്വപ്നം കണ്ടിരുന്നു, എവിടുന്നോ പറഞ്ഞു. ഉത്തരവാദിയാവോ? ഉണ്ടായാലും ഇല്ലെങ്കിൽ അയാൾക്കുള്ള വിശ്വാസമൊന്നുമില്ല. എ പി ഉസ്താദ് ഉത്തരവാദി ആവാതിരിക്കണമെങ്കിൽ ഈ പറയപ്പെട്ട കഥാപാത്രം ഞാനല്ലെന്ന് അയാൾ പറയണം. ഇതയാളത് പറയാത്തത്. എന്നെ സംബന്ധിച്ച് പകര കുറെ ഉറക്കത്ത് കണ്ടിട്ടുണ്ട്. അല്ല എന്നെയാണ് അയാൾ അതിൽ കരുവാക്കിയിട്ടുള്ളത്. ഇടയ്ക്ക് നബി തങ്ങളെയും അതിൽ കൂട്ടുകൃഷിയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ആ പറയപ്പെട്ട സ്വപ്നത്തിൽപ്പെട്ട ആൾ ഞാനല്ല എന്ന് ഇയാൾ പറയട്ടെ. അത് ഇയാൾ പറയണില്ലല്ലോ. അത് പറയാത്തത് കൊണ്ട് തന്നെ ഇദ്ദേഹം ഇതിന് ഭാഗമാക്കാണ് എന്നല്ലേ. കേരളം കഴിഞ്ഞു, തമിഴ്നാടിന്റെ പല ഭാഗങ്ങളും കഴിഞ്ഞു, കർണാടകയും കഴിഞ്ഞു. ഇപ്പൊ അജ്മീർക്ക് ആ കുത്തിത്തിരിപ്പിന് പോയത് ആട്ടിയാണ് വിട്ടുകൊടുന്ന്. ആട്ടിയാണ് വിട്ടു. വെറുതെ പറയല്ല. അജ്മീറിൽ പോലെ നടത്താൻ വിചാരിച്ച സമ്മേളനത്തിന് പോസ്റ്റർ നോക്കികള്. അജ്മീറിൽ നടത്താൻ വേണ്ടി അവരെ വ്യാപകമായ മലയാളത്തിൽ ഒട്ടിച്ച പോസ്റ്ററാണിത്. സുന്നി സമ്മേളനം ജൂൺ 5 വെള്ളിയാഴ്ച അക്ബർ മസ്ജിദ്. ഇതാ അജ്മീർ ദർഗാ ഷരീഫ് കാന്തപുരം ഉണ്ട്. പിന്നെ അടുത്തൊരു ആളുണ്ട്, ഇബ്രാഹിം ഖലീൽ ബുഖാരി ഉണ്ട്.
അങ്ങനെ അവര് സമ്മതമൊക്കെ വാങ്ങി. അങ്ങനെ ഇവരെ സമ്മേളനം നടത്താൻ വേണ്ടി ഒരുക്കങ്ങളൊക്കെ ആയി. സമ്മേളനം നടത്തിയ തലേ ദിവസം ഇവരെപ്പറ്റി ദർഗാ കമ്മിറ്റി ഒന്ന് കണ്ണു തുറന്ന് അന്വേഷിച്ചു. ഇതൊരു സമ്മേളനം നടത്തുന്നത് ഒരു കേരളക്കാരാണല്ലോ. അന്വേഷിച്ച് നോക്കുമ്പോ സുബ്ഹാനല്ലാഹ്, ഇവന് വന്നോർത്ത് മുഴുവനും കുഴപ്പമാണ്, ഇവന് വന്നോർത്ത് മുഴുവനും കിച്ചനാണ്. എവിടെങ്കിലും ഒരു മക്കാമ് കണ്ടാൽ അവിടെ അവകാശവാദം ഉന്നയിക്കാണ്, അതിന് കേസ് കൊടുക്കുകയാണ്. ഈ ചങ്ങായിമാര് പടങ്ങാണ് യോഗം കൂടി സമ്മേളനം നടത്തിയാൽ മഹാനായ ഖാജ തങ്ങളുടെ പേരിൽ പോലും അവകാശം ഉന്നയിക്കുമെന്ന് പേടിച്ചു കൊടുത്ത് നടത്താൻ പറ്റി. പറഞ്ഞു സമ്മേളനം നടത്താൻ പറ്റില്ല, വെറുതെ പോയിക്കോളി പറഞ്ഞു. ആട്ടിവിട്ടു. പിറ്റേന്ന് വാർത്ത പത്രത്തിൽ വന്നു. നിങ്ങളാരും പ്രതിഷേധ കുറിപ്പിറക്കിയില്ലല്ലോ, വരട്ടെ പത്രത്തിൽ വന്ന വാർത്ത നമ്മളതൊക്കെ കണ്ടതാണ്. പക്ഷെ നിങ്ങളാരും പ്രതിഷേധ കുറിപ്പിറക്കിയില്ല, ഞങ്ങളങ്ങനെ ആട്ടിയില്ലാതെ പറഞ്ഞിട്ടില്ല. അതെങ്ങാനും കേരളത്തിലായിരുന്നെങ്കിൽ എന്താങ്ങനെ പറയാ, സമസ്തക്കാരി അത് വരങ്ങി, സമസ്തക്കാര് കുത്തിത്തിരിപ്പുണ്ടാക്കി എന്നല്ല നിങ്ങൾ പറയാ. സത്യത്തിൽ നിങ്ങൾക്ക് പറയാൻ ആദർശങ്ങളില്ല, നിങ്ങൾക്ക് പറയാൻ ആശയങ്ങളില്ല, ഒന്നും നിങ്ങളുടെ കയ്യില്. പിന്നെ നിങ്ങളടുത്ത് ഉണ്ട് എന്ന് പറഞ്ഞ സംഗതി മുദ്രാവാക്യം. CPM-ന്റെ അതുപോലെ SFI-ക്കാരൊക്കെ മുദ്രാവാക്യം വിളിക്കണമാതിരി പിന്നെ മുദ്രാവാക്യം വിളിക്കുക. ആ മുദ്രാവാക്യത്തിന് റേഞ്ച് ഇപ്പൊ വിട്ടുപോയി. ഞാനൊക്കെ ബേജാറായി പോയി. കഴിഞ്ഞ എടരിക്കോട് അവരുടെ സമ്മേളനം നടന്നില്ല, SOS-ന്റെ സമ്മേളനം. ആ സമ്മേളനത്തിലേക്ക് ഒരു വണ്ടിയിൽ ഇറങ്ങിയിട്ട് കുറച്ച് കുട്ടികൾ മുദ്രാവാക്യം വിളിച്ചു പോകുന്നുണ്ട്. അത് കേട്ടു നിങ്ങൾ. സുന്നിയാണ് സുന്നിയ സമൃദ്ധമാണ് കേരളം, സുന്നിയാണ് സുന്നിയ സമൃദ്ധമാണ് കേരളം, സുന്നിയാണ് സുന്നിയ സമൃദ്ധമാണ് കേരളം, സുന്നിയാണ് സുന്നിയ സമൃദ്ധമാണ് കേരളം. സുന്നിയോട് അലർജി വേണ്ട, അലർജി വേണ്ട കൂട്ടരെ, സുന്നിയോട് അലർജി വേണ്ട, അലർജി വേണ്ട കൂട്ടരെ, സുന്നിയോട് അലർജി വേണ്ട, അലർജി വേണ്ട കൂട്ടരെ, സുന്നിയോട് അലർജി വേണ്ട, അലർജി വേണ്ട കൂട്ടരെ. എപ്പിയാണ് എപ്പിയാൽ സമൃദ്ധമാണ് സുന്നിസാർ, എപ്പിയാണ് എപ്പിയാൽ സമൃദ്ധമാണ് സുന്നിസാർ. നോക്കി നിങ്ങൾ നേതാവിനെ വിളിച്ചു നോക്കി നിങ്ങൾ. നമ്മളെ ശരിയാണ് ശരിയാണ് ജാഥ വിളിച്ചാൽ നമ്മളെ പറ്റിയ ആൾക്കാരെന്ന് പറഞ്ഞിട്ടൊക്കെ സുഖം അറിയില്ലേ. നേതാവിന്റെ പ്രസംഗം കേൾക്കാൻ വേണ്ടിയിട്ട് മുദ്രാവാക്യം വിളിച്ച് പോണ കോലാണിത്. അപ്പൊ എങ്ങനെയാണ് ആദരിക്കേണ്ടത്, എങ്ങനെയാണ് ബഹുമാനിക്കേണ്ടത് നിങ്ങൾക്ക് അറിയില്ല. ആകെ ബാക്കിയുണ്ടെന്ന് അവകാശപ്പെട്ടിരുന്ന മുദ്രാവാക്യമായിരുന്നത് ഇതിന്റെ കോലം ഈ കോലത്തിലാണുള്ളത്. പിന്നെന്താ പറഞ്ഞത്, സാക്ഷാൽ കലവ് ഞങ്ങളാണെന്നില്ലേ. ഇവിടുന്ന് പറഞ്ഞു ഞങ്ങളെ ഉസ്താദ് നബിയാണെന്ന് പറഞ്ഞിട്ടില്ല എന്ന് മാത്രമേ ഉള്ളൂ, ബാക്കിയൊക്കെ ഇവിടുന്ന് പറഞ്ഞിട്ടുണ്ട്. അത്ര ശുദ്ധരാണ്, ഇത്ര ശുദ്ധരാണ്, അവിടെ അങ്ങനെ ചെയ്ത ആളാണ്, ഇവിടെ ഇങ്ങനെ ചെയ്ത ആളാണ് എന്ന് പറഞ്ഞ് നബിയാണെന്ന് പറഞ്ഞിട്ടില്ല എന്ന് മാത്രം അതിന്റെ ബക്കത്ത് വരെയുള്ള സംസാരങ്ങളൊക്കെ നടത്തിയിട്ടുണ്ട്. എന്നാൽ കേരളീയ മുസ്ലിമീങ്ങളെ സമസ്ത കേരള ജംഇയ്യത്തുലുലമായുടെയും ഇസ്ലാം മത വിദ്യാഭ്യാസ ബോർഡിന്റെയും പ്രവർത്തകന്മാരെ വേദനിപ്പിക്കുന്ന ഏറ്റവും വലിയ കളവ് പറഞ്ഞതേ കാന്തപുരമെത്തി അബൂബക്കർ മുസ്ലിയാർ പല വേദികളിലും നമ്മൾ പറഞ്ഞിട്ടുണ്ട്. എന്നാൽ സാന്ദർഭികമായി ഓർമ്മപ്പെടുത്തുകയാണ്. എന്താണത്? 1951 സയ്യിദ് അബ്ദുറഹ്മാൻ ബാഫഖി തങ്ങളുടെ നിർദ്ദേശപ്രകാരം കേരളത്തിൽ തുടക്കം കുറിച്ച ഇസ്ലാം മത വിദ്യാഭ്യാസ ബോർഡ് കേരളത്തിനകത്തും പുറത്തുമായി ധാരാളം മദ്രസകൾ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ഇസ്ലാം മത വിദ്യാഭ്യാസ ബോർഡിന് കേരളത്തിന്റെ പുറമെ തമിഴ്നാട്, കർണാടക, അന്തമാൻ ലക്ഷദ്വീപ് പ്രദേശങ്ങൾ, UAE, ഒമാന്, ബഹ്റൈൻ തുടങ്ങിയ പ്രദേശങ്ങളിലൊക്കെ ഇസ്ലാം മത വിദ്യാഭ്യാസ ബോർഡിന്റെ മദ്രസകളുണ്ട്. ഇന്നലെ മിനിഞ്ഞാന്നുമായി പത്രങ്ങളിൽ വന്നു 9,500 മദ്രസകൾ സമസ്ത കേരള ജംഇയ്യത്തുലുലമയുടെ കീഴിലുണ്ട്. ഈ പറയപ്പെട്ട മദ്രസകളിലൊക്കെ ഓരോ നാടിന്റെയും സ്വഭാവവും നാടിന്റെ ഭാഷയുമനുസരിച്ച് ആ നാടുകൾക്ക് അനുയോജ്യമായ പുസ്തകങ്ങൾ നമ്മൾ അടിച്ചിറക്കിയിട്ടുണ്ട്. പക്ഷേ നമ്മളാരും അത് വടിമന് കൊടികെട്ടിയിട്ട് നമ്മളിങ്ങനെ ഒച്ചുമുണ്ടാക്കി പറയാറില്ല. തമിഴ്നാട്ടുകാർക്ക് തമിഴ് ഭാഷയിൽ, കേരളക്കാർക്ക് മലയാള ഭാഷയിൽ, അതുപോലെ കർണാടകക്കാർക്ക് കന്നഡ ഭാഷയിൽ, അങ്ങനെ ഓരോരോ നാട്ടുകാർക്ക് യോജിച്ച രൂപത്തിൽ പല ഭാഷകളിലായിട്ട് പുസ്തകങ്ങൾ ഇറക്കിയിട്ടുണ്ട്. പക്ഷേ കൊല്ലങ്ങൾക്ക് മുമ്പ് കോഴിക്കോട് നടന്നൊരു സമ്മേളനത്തിൽ ഇസ്ലാം മത വിദ്യാഭ്യാസ ബോർഡിനെ കൊച്ചാക്കാൻ വേണ്ടി, ജന്റെ മുമ്പിൽ നിൽക്കുന്ന ആളുകളുടെ പക്കല് പൊട്ടിമൂറി കിട്ടാൻ വേണ്ടി ഇസ്ലാം മത വിദ്യാഭ്യാസ ബോർഡിനെ കൊച്ചാക്കിക്കൊണ്ട് ഇസ്ലാം മത വിദ്യാഭ്യാസ ബോർഡിന്
ഒറ്റ ഭാഷയിലെ പുസ്തകമുള്ളൂ, അതുപോലെ ഞങ്ങൾക്ക് ഈ 7 ഭാഷയിൽ പുസ്തകമുണ്ട് എന്ന് വ്യാജ വലിയൊരു കളവ് കാന്തപുരം എ പി അബൂബക്കർ മുസ്ലിയാർ പറഞ്ഞു. നമ്മളത് പ്രസംഗത്തിൽ പിരിച്ചുകൊടുത്തു, പിന്നെ അതിനുശേഷം അത് പറഞ്ഞിട്ടില്ല. പക്ഷേ നമ്മൾ ആലോചിക്കണം, ഉത്തരവാദപ്പെട്ട ആളുകൾ, മുതിർന്ന ആളുകൾ, സമുദായത്തിൽ നേതൃത്വപ്പെടുത്ത ആളുകളൊക്കെ ഇങ്ങനെ കളവ് പറയാമോ? കളവെന്ന് പറയുന്നത് വലിയ മഹാപാതകല്ലേ? അദ്ദേഹം പറയട്ടെ. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഈ മുഴുവൻ അഗ്നിപരീക്ഷണങ്ങൾക്കും വിധേയമാക്കപ്പെട്ടുകൊണ്ട് ദീനുൽ ഇസ്ലാം എവിടെ നിലനിന്നു, സുന്നത്ത് ജമാഅത്ത് നിലനിന്നു. ആ നിലക്ക് തന്നെ നിങ്ങളോടും പറയാനുള്ളത്, എന്തെങ്കിലും അവിടുന്നും കേൾക്കുമ്പോ നമ്മളെ സംഘടന ഇന്ന് അൽഹംദുലില്ലാഹ് ബഹുമാനപ്പെട്ട സയ്യിദ് അബ്ദുറഹ്മാൻ ബുഖാരി അല്ലാഹു അവർക്ക് വയസ്സുകൾ കൊടുക്കട്ടെ, ആഫിയത്തോടെ സ്നേഹത്തോടെ കൊടുക്കുമാറാകട്ടെ. ആ മഹാനവതികളുടെ നേതൃത്വത്തിലുള്ള സമഗ്ര കേരള ജംഇയ്യത്തുൽ ഉലമ ഇനി വളരെ നല്ല നിലയിൽ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. പച്ചകളവങ്ങൾ പറഞ്ഞത് പച്ചകളവ്. നിങ്ങൾക്ക് അങ്ങനെ സമസ്തകളുടെ ജംഇയ്യത്തുൽ ഉലമ സംഘടനയില്ല. നിങ്ങൾ ബൈലോയിൽ പറഞ്ഞത് സമസ്ത കേരള സുന്നി ജംഇയ്യത്തുൽ ഉലമയാണ്. അങ്ങനെയാണ് രണ്ടാമത് രജിസ്റ്റർ ചെയ്തത്. സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ എന്ന പേരിൽ നിങ്ങൾക്ക് പ്രവർത്തിക്കാൻ പാടില്ലെന്ന് കോടതിയിൽ നിന്ന് വിധി വന്നപ്പോ സമസ്ത കേരള സുന്നി ജംഇയ്യത്തുൽ ഉലമ എന്നാണ് നിങ്ങൾ ബൈലോയിൽ എഴുതി ചേർത്തിട്ടുള്ളത്. എന്തൊക്കെ സുന്നി പറയാൻ ഇത്ര പേടി? ഏത് വിഷയത്തിൽ തലക്കിൽ സുന്നി വരാറുള്ള ആളുകളാണ് നിങ്ങൾ എന്ന് നിങ്ങൾ സംഘടനയുടെ പേര് നിങ്ങൾക്ക് പറയാൻ മടി? കേരളത്തിൽ മാത്രമല്ല ഇന്ത്യ രാജ്യത്ത് മുഴുവനും ആ സംഘടന വളർന്നുകൊണ്ടിരിക്കുകയാണ്. അതുപോലെ തന്നെ അതിന്റെ കീഴിലുള്ള സുന്നി വിദ്യാഭ്യാസ ബോർഡ് അൽഹംദുലില്ലാഹ് 7 ഭാഷയിൽ നമ്മുടെ ബോർഡിന്റെ പുസ്തകമുണ്ട്. അത് അവനാന്റെ വലിപ്പം അവനാന് പറയാവുന്നതാണ്. 7 ഭാഷകളിൽ നിങ്ങൾക്ക് പുസ്തകമുണ്ടെന്ന് നിങ്ങളുടെ മഹത്വം നിങ്ങൾക്ക് പറയാവുന്നതാണ്. പക്ഷെ ശേഷം നിങ്ങൾ പറഞ്ഞ വാക്ക് ഞങ്ങൾക്ക് വളരെ വലിയ സങ്കടമുണ്ടാക്കിയൊരു വാക്കാണ്. എന്താണത്? മറ്റുള്ള ബോർഡുകാർക്കൊക്കെ ഒറ്റ ഭാഷയിൽ മാത്രമേ, അത് തന്നെ കേരളത്തിൽ മാത്രമേ ഉള്ളൂ. അങ്ങനെ നിങ്ങൾ പറയാൻ പാടില്ലായിരുന്നു. മറ്റുള്ള ബോർഡുകാരെന്ന് പറഞ്ഞാൽ നൊമീറെടുക്കാം, അടുക്കണമെന്ന് ഞങ്ങൾക്കറിയാം. ഇസ്ലാമത വിദ്യാഭ്യാസ ബോർഡാണ് നിങ്ങളുടെ ലക്ഷ്യം. ഞങ്ങൾക്കൊരു ഭാഷയിൽ മാത്രമേ ഉള്ളൂ. നേരെ മറിച്ച് നിങ്ങൾക്ക് 7 ഭാഷയിലുണ്ടെന്ന് പറയുമ്പോൾ നിങ്ങൾ വലിയ പ്രസ്ഥാനമാണ്. തങ്ങളുടെ മുമ്പിലിരിക്കുന്ന ഡാഷുകൾക്ക് മനസ്സിലാക്കാൻ വേണ്ടി ഞാൻ കഴുത എന്ന് ഞാൻ ഇനി പ്രയോഗിക്കുന്നില്ല, മനസ്സിലാകാൻ വേണ്ടിയാണ് ഇസ്ലാമിക വിദ്യാഭ്യാസ ബോർഡ് നിങ്ങൾ കൊച്ചാക്കിയത്. അതൊന്നും നിങ്ങൾ ചെയ്യാൻ പാടില്ലായിരുന്നു. അതേസമയത്ത് സുന്നി വിദ്യാഭ്യാസ ബോർഡിന് ലോകാടിസ്ഥാനിൽ അത്ര മദ്രസുണ്ട് ഇത്ര മദ്രസുണ്ടെന്നല്ലേ ഞങ്ങൾക്കും പറയാനുള്ളത്. അത് തന്നെയാണ് ഇസ്ലാമത വിദ്യാഭ്യാസ ബോർഡ് പറയപ്പെട്ട കേരളത്തിന്റെ പുറമെയുള്ള സംസ്ഥാനങ്ങളിലും മറ്റ് വിദേശ രാജ്യങ്ങളിലുമായി 9,500 ചില്ലാനം മദ്രസകളുണ്ട്. ഇത് 1 മുതൽ നമ്പറിട്ടിട്ടാ പറയുന്നത്. ഇത് 1000 നമ്പറിട്ടിട്ട് ഇടക്കാലത്ത് ഒഴിവായിട്ട് പോയതൊക്കെ കൂട്ടിച്ചേർത്തിട്ടല്ല ഈ പറയുന്നത്. ഇതൊക്കെ വളരെ വ്യക്തമായിട്ട് കണക്ക് നമ്മൾ മനസ്സിലാക്കണം. ഇങ്ങനെ പറഞ്ഞപ്പോഴാണ് സമുദായത്തോട് സത്യം ബോധ്യപ്പെടുത്തി കൊടുക്കേണ്ട ബാധ്യതയുണ്ടായത്. ഇത് ഇസ്ലാമത വിദ്യാഭ്യാസ ബോർഡിന്റെ 1 ഭാഷയിലെ പുസ്തകമാണിത്. ഇത് ഇസ്ലാമത വിദ്യാഭ്യാസ ബോർഡിന്റെ 1 ഭാഷയിലെ പുസ്തകമാണ്. SKIMB ബോർഡ് സംസ്ഥാന ചേളാരി എന്ന ഹെഡിൽ നേഴ്സറി വിദ്യാർത്ഥികൾക്ക് വേണ്ടി ഉണ്ടാക്കിയ പുസ്തകമാണ്. 1 ഭാഷയുള്ളൂന്നല്ലേ പറഞ്ഞത്. ഇത് ഏതാണ് ഭാഷ? കാന്തപുരം പറയട്ടെ. മലയാളം. ഇത് മലയാളമാണ്. ഇത് മലയാളത്തിൽ ഇസ്ലാമത വിദ്യാഭ്യാസ ബോർഡിന്റെ പുസ്തകമാണ്. ഇത് 2ാമത്തെ പുസ്തകമാണ്. ഇത് 7ാം ഭാഷ അദ്ദേഹം തന്നെ പറയട്ടെ. അറബി മലയാളത്തിൽ ഇസ്ലാമത വിദ്യാഭ്യാസ ബോർഡിന്റെ ബുക്കാണിത്. ഇത് 3ാമത്തെ പുസ്തകമാണ്. ഇത് ഏതാ ഭാഷ ഉസ്താദ് എന്ന് പറയട്ടെ? ഇംഗ്ലീഷ്. ഇത് ഇംഗ്ലീഷിലുള്ള ഇസ്ലാമത വിദ്യാഭ്യാസ ബോർഡിന്റെ പുസ്തകമാണിത്. ഇത് 3ാമത്തെ ഭാഷയാണ്. ഇത് ഇസ്ലാമത വിദ്യാഭ്യാസ ബോർഡിന്റെ 4ാമത്തെ ഭാഷയുടെ പുസ്തകമാണ്. ഏതാ ഭാഷ ഉസ്താദ് എന്ന് പറയട്ടെ? തമിഴ്. ഇത്
ഇത് തമിഴിലുള്ള ഇസ്ലാമത വിദ്യാഭ്യാസ ബോർഡ് പുസ്തകമാണ്. നിങ്ങൾ എന്തേ പറഞ്ഞത് ഞങ്ങൾക്ക് ഒരു ഭാഷ ഉള്ളൂല്ലേ? നുണ പറയരുത്. നുണ പറയുകയാണെങ്കിൽ അത് ആ നുണ പുറത്തേക്ക് വിടരുത്. ഞങ്ങളെ പോലെയുള്ള ആളെ കേൾപ്പിക്കരുത്. ഇത് ഇസ്ലാമത വിദ്യാഭ്യാസ ബോർഡിന്റെ 5ാമത്തെ ഭാഷയുടെ പുസ്തകമാണ്. ഇത് ഏതാ ഭാഷ ഉസ്താദ് പറയട്ടെ? കന്നഡ. കന്നഡ. അത് ശരി, ഞങ്ങൾക്ക് ഉണ്ടല്ലേ. ഇത് ഇസ്ലാമത വിദ്യാഭ്യാസ ബോർഡിന്റെ 6ാമത്തെ ഭാഷയുടെ പുസ്തകമാണ്. ഇത് ഏതാ ഭാഷ ഉസ്താദ് പറയട്ടെ? ഉറുദു. ഇത് ഇസ്ലാമത വിദ്യാഭ്യാസ ബോർഡിന്റെ 7ാമത്തെ ഭാഷയുടെ പുസ്തകമാണ്. ഇത് ഏതാ ഭാഷ എന്ന് പറഞ്ഞു കൊടുക്കി? അറബി. അങ്ങനെ 7 ഭാഷ ഇസ്ലാമത വിദ്യാഭ്യാസ ബോർഡിന്റെ പുസ്തകമുണ്ട്. നിങ്ങളെപ്പോലെയുള്ള മുതിർന്ന ആളുകളൊക്കെ നുണ വരെ ഇങ്ങനെ ഇജാതി നുണ പറഞ്ഞ മമ്പാട്ടാർക്കിനെ വലിയ നുണ പറയില്ലേ? മമ്പാട്ടാർക്കിനേറെ വലിയ നുണ പറയില്ലേ? എന്നിട്ട് നമ്മളിങ്ങനെ ചെറുതാക്കുക. ഇത് ചെറുതാക്കിയ ചെറുതാവുന്ന മക്കൾ ഇത് ഉണ്ടാക്കിയാലും ഇതിനെ പിന്നെ പ്രവർത്തിച്ചവരൊക്കെ വലിയ മഹാന്മാരാണ്. ഇനി അയാൾ ചില കാര്യങ്ങൾ പറയട്ടെ. 7 ഭാഷയിൽ നമ്മുടെ വിദ്യാഭ്യാസ ബോർഡിന്റെ പുസ്തകമുണ്ട്. ഇങ്ങനെ 7 ഭാഷയിൽ നമ്മുടെ വിദ്യാഭ്യാസ ബോർഡ് നമ്മയൊരു കുറച്ചേറെ ഇസ്ലാമിക വിദ്യാഭ്യാസ ബോർഡാണ് മടക്കിയാൽ മതി. 7 ഭാഷയിൽ പുസ്തകങ്ങളുണ്ട്. ഇന്ത്യ രാജ്യത്ത് മുഴുവനും അത് വ്യാപിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇന്ത്യ രാജ്യത്ത് നല്ല ഇന്ത്യന്റെ പുറത്ത് വ്യാപിച്ചിട്ടുണ്ട്. തിരക്കിന്റെ ഇടയിൽ മുമ്പ് കണ്ടിട്ടുണ്ടാവില്ല. അത് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇതെല്ലാം കണ്ണിക്കടിയുണ്ടായ കൗമ്, ഇതെല്ലാം കണ്ട് കണ്ണുകടിയുണ്ടായ കാന്തപുരത്തിന്റെ നേതൃത്വത്തിലുള്ള കൗമ് പച്ച കളവ് പ്രചരിപ്പിച്ച് സമുദായത്തിൽ ക്ഷുദ്രതയും ഭിന്നിപ്പും ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇത് തിരിച്ചറിയാനുള്ളൊരു കഴിവ് എന്റെ പ്രിയപ്പെട്ട സഹോദരന്മാരെ നമ്മൾക്കുണ്ടാകണം. ഞാൻ ഈ മാതൃഭൂമിയൊന്നും വായിക്കുന്നില്ല. ഈ മാതൃഭൂമിയിൽ നാളിതുവരെ നിങ്ങൾ പറഞ്ഞതിന്റെ മുഴുവൻ തടകവിരുദ്ധമാണ്. സാക്ഷാൽ കളവ് ഞങ്ങളാണില്ലേ? സാക്ഷാൽ കളവ് ഞങ്ങളാണില്ലേ? നിങ്ങളല്ലേ കളവിന്റെ ആളുകൾ? കാന്തപുരവുമായിട്ടുള്ള അഭിമുഖത്തിൽ ഞങ്ങളങ്ങനെ ഷാറുബാർക്ക് വണ്ടി ഉണ്ടാക്കാൻ തീരുമാനിച്ചിട്ടില്ലെന്നും അങ്ങനെ ഞങ്ങളൊരു പിരിവ് നടത്തിയിട്ടില്ലെന്നും ഈ ആഴ്ചപ്പതിപ്പിൽ നിങ്ങൾ മാതൃക ആഴ്ചപ്പതിപ്പിൽ നിങ്ങൾ വ്യക്തമായി എഴുതിയിട്ടുണ്ട്. സമയച്ചുരുക്കം ഞാനതൊന്നും വായിക്കുന്നില്ല. പിന്നെ ഇവിടെ പറഞ്ഞ മറ്റൊരു വിഷയം എന്താണ്? ചേളാരിക്കാർ ഇവിടെ 7ഓളം ആളുകളെ കൊലപ്പെടുത്തി. 7ഓളം ആളുകളെ കൊലപ്പെടുത്തി. ഇത് എല്ലാ സ്ഥലത്തും പറയാനുള്ളതാണ്. പക്ഷേ ഈ പറയപ്പെട്ട മമ്പാടുകാരൻ സഖാബിയുടെ തൊള്ളയിൽ നിന്ന് വന്നൊരു പ്രസംഗമുണ്ട്. എന്താ പ്രസംഗാരോട്? എന്താ അദ്ദേഹം പറഞ്ഞത്? ഏതാനും ആളുകൾ കൊണ്ടൂരിലെ കുഞ്ഞു, കുറ്റിമൂച്ചിയിലെ അബ്ദു തുടങ്ങിയ കുട്ടിക്ക, KTC അബ്ദുൽ ഖാദർ തുടങ്ങിയ അവരുടെ പ്രവർത്തകന്മാരെ മുസ്ലിം ലീഗിന്റെ യൂത്ത് ലീഗിന്റെ പ്രവർത്തകന്മാർ കൊന്നു എന്നാണ് ഈ കാലം വരെ പ്രസംഗിച്ചിരുന്നത്. കഴിഞ്ഞ കൊല്ലത്തിന് ശേഷം ഈ പറയപ്പെട്ടവരൊക്കെ ചേളാരിക്കാർ കൊന്നു. ഒരിക്കൽ കൊന്നു, 2 കൊല്ലാൻ കഴിയുമോ? നോണ പറയുമ്പോ ഒക്കണമെന്ന് പറയണ്ടേ? നിങ്ങൾ ഒരു തീരുമാനത്തിലെത്തി. നിങ്ങൾ ഉസ്താദന്മാരും ശിഷ്യന്മാരൊക്കെ കൂടിയിട്ടാ നമ്മളിപ്പോ ഒരാൾ മരിച്ചിട്ടുണ്ട്, ആരൊക്കെ കൊടുക്കാൻ തീർക്കേണ്ടത് തീരുമാനിച്ചിട്ട് പറഞ്ഞാൽ പോലെ. ഈ പറയപ്പെട്ടവർ ചേളാരിക്കാർ കൊന്നു എന്നാണ് പറഞ്ഞത് നിങ്ങാന്ന്. എന്നാൽ ഇവരെ കൊന്നത് ലീഗുകാരാണെന്നാണ് ഇയാൾ പ്രസംഗിച്ചത്. മുമ്പ് പറയട്ടെ, ചോദിക്കട്ടെ ലീഗുകാരാ, ചോദിക്കട്ടെ ലീഗുകാരാ. ലീഗുകാരോട് കുറിച്ച് ചോദിച്ചാണ്ട് പള്ളടിച്ചത് പള്ളിക്കസാറിന് കിട്ടിയില്ല ലീഗുകാരോട്. അങ്ങനെ തന്നെ ഞങ്ങളൊക്കെ വിചാരിച്ചപ്പോൾ എന്നോ ഇറങ്ങണം. മുസ്ലിം ലീഗിനെതിരെ കുതിര കയറിനൊക്കെ ഞങ്ങളെ മറുപടി പറയല്. മുസ്ലിം ലീഗിനെതിരെ പാണക്കാട് ഹൈദരലി ശിഹാബ് തങ്ങളെ വളരെ മോശമാക്കി തിരുവരങ്ങാടിയിലെ പള്ളിക്കാരണത്തിന് കാന്തപുരം പ്രസംഗിച്ചപ്പോൾ ഞങ്ങളെ മറുപടി പറഞ്ഞത്. ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിന്റെ സംസ്ഥാന പ്രസിഡന്റല്ലേ തങ്ങള്? എന്തെങ്കിലും ഉണ്ടായത്? ഞങ്ങൾക്ക് രാഷ്ട്രീയ നേതാവ് എന്നതിനപ്പുറത്ത് ഞങ്ങൾ ആത്മീയ നേതാവാണ് പാലക്കാട് ആറ്റപ്പ് എന്ന വിശ്വാസം ഞങ്ങൾക്കുണ്ട്. അതുകൊണ്ടാണ് SISS സംസ്ഥാന വർക്കിംഗ് സെക്രട്ടറി സത്താർ സാഹിബ് വന്ന് അക്കമിട്ട് മറുപടി പറഞ്ഞത്. ഇപ്പൊ തോന്നി മുണ്ടാകാൻ പറ്റൂല. പള്ളിക്കൽ ബസാർ തുടക്കമാണ്. കേരളത്തിന്റെ നാരക്കങ്ങളിൽ മുസ്ലിം ലീഗ് ഉയർന്നു പ്രവർത്തിച്ചാൽ ഒഴുകിപ്പോകാൻ മാത്രമേ കാന്തപുരത്തിന് അനുയായികളോടുള്ളൂ എന്ന് ഈ സമയത്ത് ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ്. എല്ലാവരും ഇത് ശരിക്ക് ഉണർന്ന് പ്രവർത്തിച്ചാൽ കാര്യങ്ങളൊക്കെ തീരുമാനമാകും. പള്ളിക്കൽ ബസാർ ഒരു തുടക്കമാകട്ടെ. ചോദിക്കട്ടെ ലീഗുകാരാ, ചോദിക്കട്ടെ ലീഗുകാരാ.
ഈ പ്രസ്ഥാനത്തിന്റെ ആത്മീയ നായകൻ മഹാനായ കുണ്ടൂർ സാദിന്റെ പൊന്നോമന കുഞ്ഞുമോൻ ആ കുഞ്ഞുമോൻ വിശുദ്ധമായ റമദാനിന്റെ പകലുകളിൽ നോമ്പരപ്പിച്ചുകൊണ്ട് തന്റെ പ്രിയപ്പെട്ട പിതാവിന് നോമ്പ് തുറക്കാനുള്ള സാധനങ്ങളുമായി തന്റെ വീട്ടിലേക്ക് വണ്ടി കയറാൻ നിൽക്കുമ്പോ അഭിമന്യരായ ഞങ്ങളുടെ നായകൻ കുണ്ടൂർ സാദിന്റെ പ്രിയപ്പെട്ട കുഞ്ഞുമോന്റെ ആ കുഞ്ഞുമോന്റെ കൈവരത്തിലേക്ക് ലജ്ജയില്ലാതെ നടപ്പിക്കുന്ന രൂപത്തിൽ പരിശുദ്ധമായ റമദാനിൽ ആ കുണ്ടൂരിലെ കുഞ്ഞുവിന്റെ മാറിടത്തിലേക്ക് കരാറുകളിറങ്ങിയ കവാടുകൾ നിങ്ങളാണോ ഇവിടെ മാർക്സിസ്റ്റുകാരെ കുതിര കയറുന്നത്? ഞങ്ങളെ തെറ്റാൻ ലീഗുകാരൻ ഞങ്ങൾ കൈകാര്യം ചെയ്തിട്ടുണ്ട്. ഞങ്ങൾക്കതുപോലെ ജനാധിപത്യപരമായി മാർക്സിസ്റ്റുകാരെയും കൈകാര്യം ചെയ്യാൻ കഴിയും. അങ്ങനെ പലരും കൈകാര്യം ചെയ്തിട്ടുണ്ട്. എന്താ പറഞ്ഞു? ഞങ്ങൾ ലീഗുകാരെ കൈകാര്യം ചെയ്തിട്ടുണ്ട്. ഞങ്ങൾ ഗുണ്ടായിസമാണോ? ഞങ്ങൾ ലീഗുകാരെ കൈകാര്യം ചെയ്തിട്ടുണ്ടെന്നാണ് പറയുന്നത്. അങ്ങനെ കുണ്ടൂരിലെ കുഞ്ഞുവിനെ ലീഗുകാരെ ഈ കോലത്തിലൊക്കെ കൊത്തുനിന്ന് പഴയ കാലത്ത് പ്രസംഗിക്കുക, ഇവിടെ വന്നിട്ട് പോലെയൊക്കെ ചേനാരികളാക്കുന്നത് വരട്ടെ അടുത്താണ്. എവിടെയും ഒരു ത്വരീഖത്തിന്റെ ശൈഖാക്കി ഒരു രാഷ്ട്രീയക്കാരനെയും ഇവിടെ സ്വീകരിച്ചിട്ടില്ല. പക്ഷേ അന്തമുള്ള രാഷ്ട്രീയക്കാർ, രാഷ്ട്രീയമറിയുന്ന പ്രവർത്തകന്മാർ, രാഷ്ട്രീയ നേതാക്കൾ പ്രശ്നങ്ങളും പ്രതിസന്ധികളും വരുമ്പോൾ ഇവരത്തോടുകൂടെ കൈകാര്യം ചെയ്യും. അറിയുമോ നിങ്ങൾക്ക്? കുറ്റിമുച്ചിയിലോ അബ്ദു എന്ന് പറയുന്ന ഞങ്ങളുടെ പ്രിയപ്പെട്ട പ്രവർത്തകൻ വിശുദ്ധമായ റമദാനിൽ കുറ്റിമുച്ചിയിലെ പള്ളിക്കൊടുത്ത് ആ നിഷ്കളങ്കനായ മുസ്ലിം സഹോദരരെ നിസ്കരിച്ചുകൊണ്ടിരിക്കുമ്പോ നിസ്കരിക്കുന്നില്ല എന്ന് മാത്രമല്ല, നിസ്കരിക്കുന്ന കുറ്റിമുച്ചിയിൽ അബ്ദുക്കയുടെ 3-4 പെൺകുട്ടിയുടെ പിതാവായ കുട്ടിയിലെ അബ്ദു എന്ന് പറയുന്ന സഹോദരൻ, ആ സഹോദരനെ പിന്നാമ്പുറമ്പൂടെ കടന്നു എന്ന് സഹോദരന്റെ ശരീരത്തിലേക്ക് പച്ചയായ ശരീരത്തിലേക്ക് കടാരമതിയിറക്കി ആ ഞാഞ്ഞുവെട്ടി ആ സഹോദരന്റെ ശരീരത്തിൽ നിന്ന് രക്തം ചാലിച്ചൊഴുകുമ്പോൾ ആ പച്ചയായ മുറിവുകളിലേക്ക് മുളക് പൊടിയെറിഞ്ഞ് സഹോദരനെ സ്വസ്ഥമായി മരിക്കാൻ പോലും മരിക്കാതെ തൊട്ടടുത്ത ഹൗമിലേക്ക് ധാരാളം വിശ്വാസികൾ ഉമ ചെയ്ത പാരമ്പര്യമായ ഹൗമിലേക്ക് ആ സഹോദരന്റെ ജീവപ്രദമായ മയ്യത്തെടുത്ത് ഹൗമിൽ കൊണ്ടുപോയി വലിച്ചെറിഞ്ഞ് പാറയോട് വിസ്കരിപ്പിക്കുന്ന ആൾക്കാരോട് കാണിച്ച അക്രമം കാണിച്ച നിങ്ങളാണോ ഇവിടെ മാർക്സിസ്റ്റുകാർക്ക് മതം പഠിപ്പിക്കുന്നത്? അല്ലേ? ഞങ്ങൾക്കറിയണം. ആർത്തമുണ്ടെങ്കിൽ സഞ്ചാരമുണ്ടെങ്കിൽ ഓടിവാക്ക് പറയാതെ ഞങ്ങൾ ഈ പറയുന്ന ചരിത്രപരമായ ഇന്നലകളിൽ നിങ്ങൾ ചെയ്തുപോയ വിദ്യകളുടെയും വേണ്ടാവൃത്തികളുടെയും വെടിക്കെട്ടുകളാണ് നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. മാന്യമായി പ്രതികരിക്കാറുണ്ടോ? എങ്കിലോ നിങ്ങൾ വേദികളാവോ, അല്ലെങ്കിൽ നിങ്ങൾക്ക് മിണ്ടാതിരിക്കലാണ് നല്ലത്. ഇവിടെ പ്രബുദ്ധതയുള്ള സമൂഹമുണ്ട്. ഇങ്ങനെ ഓരോരുത്തരെ വിളിച്ചു ഓരോന്ന് പറയുന്നുണ്ട്. സമയത്തിന് ചുരുക്കങ്ങൾ ഞാൻ വിശദീകരിക്കുന്നില്ല. ഇങ്ങനെയൊക്കെ ഈ മമ്പാട്ടുകാരൻ സക്കാത്ത് മുസ്ലിം ലീഗുകാരാണ് കൊന്നതെന്ന് പറഞ്ഞ് മുസ്ലിം ലീഗുകാരെ സന്തോഷിപ്പിക്കാറോ എന്തോന്നറിയില്ല. ഇവിടെ വന്നിട്ടൊക്കെ ചേനാരിക്കാരെ കോടിലേക്കാണ്. പിന്നെ അദ്ദേഹം പറഞ്ഞെന്നാൽ ഇളങ്കൂറിൽ അബുഹാജിയുടെ മരണമാണ്. ഇളങ്കൂറിൽ അബുഹാജിയെ ആരും കൊന്നതല്ല, സ്വാഭാവിക മരണമാണ്. വേദനയ്ക്ക് അറ്റാക്കായിട്ട് മരിച്ചതാണ്. ഈ വിഷയം പത്രങ്ങളിലൊക്കെ വന്നു, ഇതൊക്കെ പല വേദികളിൽ നമ്മൾ പറഞ്ഞതാണ്. പക്ഷേ ഇളങ്കൂർ എന്ന് പറയുന്നത് അടുത്ത പ്രദേശമാണ്. അതിന്റെ പരിസരത്തേക്ക് ഞങ്ങൾ ആദർശത്തെ പരിപാടിക്ക് പോയപ്പോൾ ഞങ്ങൾക്ക് തോന്നി അബുഹാജിയുടെ വ്യാഖ്യാനമായിട്ടും ഈ വിഷയത്തിലൊന്ന് ചർച്ച ചെയ്താലെന്താണ്. അങ്ങനെ ഈ ഉള്ളവരും എന്റെ കൂടെ വരുന്ന കുട്ടികളും കൂടെ മരണപ്പെട്ടുപോയ അബുഹാജിയുടെ ജ്യേഷ്ഠനായ ഹംസാജിയുടെ അരികിലേക്ക് ചെന്നു. എന്നിട്ട് ഹംസാജിയോട് ചോദിച്ചു, എന്താണ് ഉണ്ടായത്? നിങ്ങൾ ഉള്ളതുപോലെ പറയണം. എന്താ മരണപ്പെട്ടുപോയ അബുഹാജിയുടെ ജ്യേഷ്ഠൻ പറഞ്ഞത്? ഞാനും അവനും പള്ളിയിൽ നിസ്കരിക്കുകയാണ്. മഗ്‌രിബിന് വേണ്ടി പള്ളിയിൽ പോയതാണ്. അപ്പോഴാണ് മദ്രസയിൽ പ്രശ്നം നടക്കുന്നത്. അതിലേക്കൊന്നും ഞാൻ കടക്കുന്നില്ല. മദ്രസയിൽ മൈക്കിലൂടെ പാട്ട് ഓൺ ചെയ്തതുമായി സംബന്ധിച്ചൊരു പ്രശ്നമാണ്. അങ്ങനെ പ്രശ്നം നടക്കുന്നുവെന്നറിഞ്ഞു. മഗ്‌രിബ് നിസ്കാരം കഴിഞ്ഞു. ഞാൻ വീട്ടിലേക്കും പോയി, അവൻ മദ്രസയിലേക്കും ചെന്നു. അദ്ദേഹം മദ്രസയുടെ ഭാരവാഹിയാണ്. അങ്ങനെ മദ്രസയിലേക്ക് ചെന്നപ്പോൾ തന്റെ മക്കളും ഇതിൽ പങ്കെടുക്കുന്നു എന്ന് വിവരമറിഞ്ഞപ്പോൾ ആ അറ്റാക്കിൽ മരണപ്പെട്ടുപോയ അബുഹാജി അദ്ദേഹത്തെ എടുത്തുകൊണ്ടുപോയി മഞ്ചേരി ഹോസ്പിറ്റലിൽ കൊണ്ടുപോകുന്നു. 10 മണിയാകുമ്പോഴേക്ക് അബുഹാജി മരിച്ചു. ആ മരണപ്പെട്ടവരും പുറം ലോകം അറിഞ്ഞത് അബുഹാജി അറ്റാക്കായി മരിച്ചു എന്നാണ്. അറ്റാക്കായി മരിച്ചു എന്ന് പറഞ്ഞാൽ അവിടുത്തെ SSFകാർക്ക് തുറച്ചുപിടിക്കുന്നത് മനസ്സിലാക്കി അവർ യോഗം കൂടി തീരുമാനിച്ചു, അല്ല ഇത് സമസ്തക്കാർ പച്ചുവെന്നാണ് നമുക്ക് തീരുമാനിക്കുക. അങ്ങനെ ഉണ്ടായത്. അബുഹാജിയുടെ ജ്യേഷ്ഠൻ പറയട്ടെ സംഭവം എന്താണെന്നുള്ളത്.
കൂടെ പുറത്തോട്ട് പോകുമ്പോൾ ആരെയും സാധനം ഭാഷയിൽ നോക്കില്ല. ഓരോ സാധാരണ സ്വാഭാവിക മരണമാണ്. അങ്ങനെ തന്നെയാണ്. അല്ലാതെ ഇവിടെ ഈ കഥ വെച്ചോളൊന്നും ആവശ്യമില്ല. ശരിയല്ല. അങ്ങനെയൊക്കെ എല്ലാവരും പ്രവേശിക്കണത് നമ്മൾ പ്രശ്നങ്ങളൊന്നും പറയാൻ പറ്റില്ല. കാരണം ആ പ്രവൃത്തിയൊക്കെ ഞാൻ മോക്സാർ കഴിഞ്ഞാൽ അതിന് വഴി കൂടി പിന്നെ പ്രവർത്തിക്കാറ് അവിടെ ചെറുപ്പം കളിക്കുന്ന നേരെ മോക്സാർ കഴിഞ്ഞാൽ അപ്പോൾ ഞാൻ പതിമൂന്ന് മണി എത്രയും കൊണ്ടുപോകാൻ പോകണം. അങ്ങനെ വേറെ തന്നെ കൊണ്ടുപോകുന്നില്ല. ഇതാണ് വസ്തുത എന്നിരിക്കെ, ഇതാണ് സത്യമെന്ന് നിങ്ങൾക്ക് അറിയാമെന്നിരിക്കെ എന്തിനാണ് നിങ്ങൾ നാട്ടിൽ വന്നിട്ട് പച്ചക്കളവ് പറയുന്നത്? നാട്ടിൽ പ്രശ്നമുണ്ടായാൽ അവിടെ സമാധാനത്തിന്റെയും ശാന്തിയുടെയും തൊഴിലുകളുടെയും നാളിതുവരെ സത്യയുടെ പ്രവർത്തകന്മാരുടെ മേലിൽ നിങ്ങൾ കെട്ടിവെക്കരുത്. പക്ഷെ ഒരു കാര്യം ഞങ്ങൾക്ക് ചോദിക്കാനുണ്ട്. ഏതാനും ആഴ്ചകൾക്ക് മുമ്പ് കൊടുവള്ളിക്കടുത്ത പന്നൂർ എന്ന് പറഞ്ഞൊരു പ്രദേശം സമസ്തക്കാരും എപിക്കാരുമൊക്കെ ഉള്ളൊരു മഹല്ല. ഞാൻ സാന്ദർഭികരുടെ ശാസ്ത്രയോട് പറയാ, EKAP എന്ന പ്രയോഗം നമ്മൾ നടത്തരുത്, സമസ്ത AP എന്ന പ്രയോഗം നടത്താവൂ. സമസ്ത പ്രവർത്തകന്മാരെ എന്റെ ഒരു വസിയത്ത് പേർക്ക് ഞാൻ പറയാം, EKAP എന്ന പ്രയോഗം നമ്മൾ നടത്തരുത്, സമസ്തക്കാരും APക്കാരും അങ്ങനത്തെ പ്രയോഗം നമ്മൾ നടത്താവൂ. അങ്ങനെയാണ് ചരിത്രത്തിലെ വസ്തുത ഉള്ളത്. സമസ്തക്കാരും APക്കാരും നടത്തുന്ന ഒരു മഹല്ല്, ആ മഹലിൽ കൊല്ലങ്ങളായിട്ടൊരാൾ കാളിയാൻ, അയാൾ മരണപ്പെട്ടപ്പോൾ അദ്ദേഹത്തിന്റെ മകനെ കാളിയാക്കി. ആരാ മകനെന്നറിയുന്നത്? കാന്തപുരത്തിന്റെ വലിയ മരുമകനായ സീഫൈസിയാണ് ആ മഹലിലെ കാളി. സമസ്തക്കാർക്ക് പോലും അത് എതിരഭിപ്രായം ഉണ്ടായില്ല. പ്രാദേശികമായ മസ്ലഹത്ത് എന്ന നിലക്ക് സീഫൈസി സ്വന്തം മഹലിൽ അവിടെ സംഘടന പറയാറില്ല, അവിടെ കുത്തിത്തിരിപ്പുണ്ടാക്കാറില്ല. അതുകൊണ്ട് സീഫൈസി കാളിയാകുന്നതിൽ നമുക്ക് രണ്ടഭിപ്രായമില്ല. അങ്ങനെ സമസ്തക്കാരുടെ അഭിപ്രായപ്രകാരം അയാൾ കാളിയായി. 2 ആഴ്ച മുമ്പ് സമസ്തയുടെ മദ്രസയിൽ 3 ദിവസത്തെ മതപ്രഭാഷണ പരമ്പര നടക്കുകയാണ്. സ്വാഭാവികമായി മഹല്ല് ഖാദി എന്ന നിലയ്ക്ക് സീഫൈസിയെ സംഘാടകർ സമീപിച്ചു. എന്നോട് പറഞ്ഞു, നമ്മൾ മദ്രസയിൽ 3 ദിവസം നടക്കുന്നുണ്ട്, നിങ്ങൾ ഖാദി എന്ന നിലയ്ക്ക് നിങ്ങൾ വന്നിട്ട് ഉദ്ഘാടനം ചെയ്തു തരുമോ? 100% അയാൾ സ്വാഗതം ചെയ്തു. ഞാൻ വരാം. അൽഹംദുലില്ലാഹ്, സന്തോഷമായി. ഇസ്ലാമിക വിദ്യാഭ്യാസ ബോർഡിന്റെ കീഴിൽ നടക്കുന്ന മദ്രസയിൽ നടക്കുന്ന മതപ്രഭാഷണ പരമ്പര ഉദ്ഘാടനം ചെയ്തു തരാമെന്ന് മർക്കസിന്റെ മാനേജർ കാന്തപുരത്തിന്റെ പുതിയാപ്പുറവുമായി സീഫൈസി ഏറ്റെടുത്തു. അത് നോട്ടീസുകളിൽ അച്ചടിച്ചു, ഫ്ലക്സുകൾ ഇറങ്ങി. സുബ്ഹാനല്ലാഹ്, APക്കാർ ഒന്നായിട്ട് ഇളകി. സീഫൈസിനടുത്ത് വന്നിട്ട് പറഞ്ഞു, നിങ്ങൾ ആ പരിപാടിക്ക് പോകരുത്. അദ്ദേഹം മാനമര്യാദയ്ക്ക് പറഞ്ഞു, ഞാൻ മഹല്ലിലെ ഖാദിയാണ്, ഞാൻ പോകും. ഒരു നിലക്കും ഇയാൾ പിന്തിരിയിലാണ് മനസ്സിലാക്കി ചെയ്ത മനുന്താരങ്ങള്. തൊട്ടപ്പുറത്തെ മഹലിൽ ഒരു സ്ഥാപനമുണ്ട്, അവരുടെ സ്ഥാപനം. ആ സ്ഥാപനത്തിൽ ഇതേ ദിവസം ഈ സീഫൈസ് പ്രസംഗിക്കുന്നു എന്ന് പറഞ്ഞ് വ്യാജ നോട്ടീസ് അച്ചടിച്ചു. ആളുകളാകെ അങ്കലാപ്പിലായി. അദ്ദേഹത്തിന് സംഘാടകർ വന്നത് പറഞ്ഞു, നിങ്ങൾ ഉന്നയിച്ചൊരു സ്ഥലത്ത് പ്രസംഗിക്കുക നോട്ടീസ് ഉണ്ടെന്നോ? അത് ഞാൻ അറിയില്ല, നിങ്ങളെ പരിപാടിക്ക് ഞാൻ വന്നിരിക്കും. എന്തുണ്ടായത്? വയൽ നടക്കുമെന്ന് വൈകുന്നേരം മഗ്‌രിബിസ്കാരമൊക്കെ കഴിഞ്ഞു. സീഫൈസി തന്റെ വാഹനത്തിൽ നമ്മുടെ മദ്രസയുടെ ഉദ്ഘാടനത്തിന് വേണ്ടി വന്നു. ഡോർ തുറക്കേണ്ട താമസം. അദ്ദേഹം നേരെ തലക്ക് മൂന്ന് ബോംബ് വീണു. അതെങ്ങനെ? ആ ബോംബ് തല നാരിലക്കാണ് സീഫൈസി രക്ഷപ്പെട്ടത്. ആ ബോംബുകളുടെ മൂന്ന് പൊട്ടി ചില്ലിച്ചു കയറി ബഹളമായി. ആളുകളോടി. പോലീസ് വന്നു പരിശോധിച്ചു നോക്കുമ്പോൾ ഒറിജിനൽ ബോംബാണ്. കുപ്പിച്ചില്ലകളും സാധനങ്ങളൊക്കെ അവിടെ കാണാനുണ്ട്. ഇന്നുവരെ ഒരു SSFകാരനും സീഫൈസിക്കെതിരെ ബോംബെറിഞ്ഞവരെ പിടികൂടണമെന്ന് പറയാത്തത്? കാന്തപുരത്തിനെതിരെ ഒരു SMS കുട്ടി അയച്ചപ്പോഴേക്ക് നിങ്ങളിവിടെ ഒന്നായിട്ട് ഹാലളകിയില്ലേ? എന്റെ സീഫൈസിക്കെതിരെ ബോംബെറിഞ്ഞവർ അറസ്റ്റ് ചെയ്യണമെന്ന് നിങ്ങൾ പറയാത്തത്? നിങ്ങൾ ധർമ്മ നടത്തിയില്ലല്ലോ, ഒരു പിക്കറ്റിംഗ് നടത്തിയില്ലല്ലോ. പോലീസ് സ്റ്റേഷൻ ഒരു പെറ്റിക്കേസ് പോലും നിങ്ങൾ പോലീസ് സ്റ്റേഷന് കൊടുത്തിട്ടില്ല. എന്താ സംഗതി അറിയുന്നത്? സീഫൈസിക്കെതിരെ ബോംബെറിഞ്ഞത് അവിടുത്തെ സജീവ SSF പ്രവർത്തകനായിരുന്നു. ഇയാൾ ജീവൻ പോയാലും വേണ്ടില്ല സമസ്തക്കാരെ പരിപാടിക്ക് പോകരുത്. അറിയുന്നത് SKSSFന്റെ സംസ്ഥാന വർക്കിംഗ് സെക്രട്ടറി സത്താർ സാഹിബ് ഉത്തരവാദിത്വത്തോടെ ആ സംഭവം പറഞ്ഞ പുള്ളികൾ
കോഴിക്കോട് ജില്ലയിലെ കൊടുവള്ളിക്കോട് പന്നൂർ എന്ന് പറയുന്ന മഹല്ല്. ആ മഹല്ലിൽ ധാരാളം വർഷമായി ഖാദിയായിരുന്ന ആ പണ്ഡിതന്റെ മകൻ, ആ പണ്ഡിതൻ മരണപ്പെട്ടപ്പോ ആ പണ്ഡിതന്റെ മകനെയും ആ നാട്ടുകാർ ഖാദിയായിട്ട് നിയമിച്ചു. സംഘടനയും കാര്യം നോക്കി നമ്മുടെ പഴയ ഖാദിന്റെ മോനല്ലേ, ആ പണ്ഡിതൻ ആ ഖാദിയും ഒരു പണ്ഡിതനൊക്കെ തന്നെയാണല്ലോ, അതുകൊണ്ട് അദ്ദേഹത്തെ ഖാദിയാ. ആ മഹല്ലിന്റെ ഖാദി കാരന്തൂർ മർക്കസിന്റെ മാനേജർ സി മുഹമ്മദ് ഫൈസി എന്ന ആളാണ്. ഈ വിഭാഗവും ഉള്ള ഒരു മഹല്ലാണ്. പക്ഷെ ആ മഹല്ലിന്റെ ഖാദിയായിട്ട് അദ്ദേഹത്തെ അംഗീകരിക്കാൻ നമ്മുടെ ആളുകൾ പ്രാദേശികമായി അവിടുത്തെ ഒരു മസ്ലഹത്ത് എന്ന നിലയിൽ അന്ന് സന്നദ്ധരായി. കുറെ കാലമായിട്ട് അദ്ദേഹം അവിടുത്തെ മഹല്ല് മദ്രസ കമ്മിറ്റിയുടെ ഒരു മതപ്രഭാഷണ പരിപാടി നടക്കുന്നു. കഴിഞ്ഞ ആഴ്ച 3 ദിവസം പരിപാടിയാണ്. അപ്പൊ ആദ്യത്തെ ദിവസത്തെ ഉദ്ഘാടനത്തിന് വേണ്ടി ഖാദിയെ ക്ഷണിച്ചു. മഹൽ ഖാദി എന്ന ആ പരിപാടിയുടെ ഉദ്ഘാടനത്തിന് അദ്ദേഹം തയ്യാറായി. അതേ മഹലിൽ തന്നെയുള്ള അദ്ദേഹത്തിന്റെ സംഘടനയിൽപ്പെട്ട ആളുകളുടെ നിരന്തരമായ സമ്മർദ്ദം ആ പരിപാടി പോകാൻ പാടില്ല. ആ പ്രഭാഷണ പരിപാടി ഉദ്ഘാടനം ചെയ്യാൻ നിങ്ങൾ പോകാൻ പാടില്ല. ഇദ്ദേഹം പറയും ഞാനവിടെ ഖാദിയല്ലേ, ഞാൻ ഉദ്ഘാടനം ചെയ്യണ്ട. അല്ല, നിങ്ങൾ പോകാൻ പാടില്ല. നിരന്തരമായ സമ്മർദ്ദം വന്നപ്പോഴും ഇദ്ദേഹം പറഞ്ഞു ഞാൻ ആ മഹലിന്റെ ഖാദിയ. ആ മഹല്ല് കമ്മിറ്റി നടന്നൊരു മതപ്രഭാഷണ പരിപാടിയാണ്, അതിന് ഉദ്ഘാടനത്തിന് ക്ഷണിച്ചതാണ്. അത് ഗ്രൂപ്പും കാര്യമൊന്നുമല്ലോ. ഞാൻ ആ മഹല്ലിൽ ഇന്നുവരെ അങ്ങനെ സംഘടനാപരമായ ഒരു കാര്യവും ഇന്നുവരെ പ്രസംഗിച്ചിട്ടില്ല. ഞാൻ അവരിൽ ഈ വിഭാഗത്തിൽ സർവ്വസമ്മതനായ ഒരാളായിട്ടല്ലേ ഇപ്പോൾ മുന്നോട്ട് പോകുന്നത്. ഞാൻ ആ മഹല്ലിന്റെ പരിപാടി ഉദ്ഘാടനം ചെയ്തതിൽ എന്താ കുഴപ്പമില്ല. ഇദ്ദേഹം ഒരർത്ഥത്തിലും പിന്തിരിയുന്നില്ല എന്ന് കണ്ടപ്പോ ഈ പിന്തിരിപ്പിക്കാൻ ശ്രമിച്ച ആളുകൾ ഇദ്ദേഹം മഹല്ല് കമ്മിറ്റിയുടെ മതപ്രഭാഷണ പരിപാടി ഉദ്ഘാടനം ചെയ്യുന്ന അതേ സമയത്ത് തന്നെ തൊട്ടടുത്തുള്ള അവരുടെ ഒരു സ്ഥാപനത്തിൽ ഇദ്ദേഹം മറ്റൊരു ഉത്ബോധന ക്ലാസ് നടത്തുന്നു എന്ന് പറയുന്ന നോട്ടീസർ. തൊട്ടപ്പുറത്ത് ഇദ്ദേഹം അവിടെ ഒരു വലിയ ഉത്ബോധന ക്ലാസ് നടത്തുന്ന ആളുടെ പേര് സി മുഹമ്മദ് ഫൈസി. അപ്പൊ ആൾക്കാർ കൺഫ്യൂഷൻ ആവുമല്ലോ. കാരണം എന്താ, ഞാൻ ഒരേ സമയത്ത് ഇവിടെയും പ്രസംഗിക്കുമ്പോ അവിടെയും പ്രസംഗിക്കുമ്പോ അപ്പൊ ആൾക്കാരത് മനസ്സിലാക്കും. ഏതായാലും അവരുടെ സ്ഥാപനത്തിൽ തന്നെ ഒരു ഉത്ബോധന ക്ലാസ് ഉണ്ടെങ്കിൽ ആ ക്ലാസ് മുടക്കിയിട്ടുള്ളതും മാലിന്യത്തിന്റെ പരിപാടികൾ വരില്ല എന്നും ആളുകൾക്ക് കൺഫ്യൂഷൻ. പക്ഷെ ഈ കൺഫ്യൂഷൻ ഉണ്ടാക്കിയിട്ടും അദ്ദേഹം വകവെക്കാതെ അദ്ദേഹം മഹല്ല് കമ്മിറ്റിയുടെ പരിപാടിക്ക് വന്ന് കാറിൽ വന്ന് ഇറങ്ങിയ സമയത്ത് അദ്ദേഹത്തിനെതിരെ ബോംബെറിഞ്ഞു. വലിയ സ്ഫോടനമായി ബഹളമായി പോലീസ് ഉദ്യോഗസ്ഥന്മാർ വന്നു, ഫോറൻസിക് ഡിപ്പാർട്ട്മെന്റ് ആളുകൾ വന്നു, കുപ്പിച്ചില്ലുകളും ആണികളും ഉൾപ്പെടുന്ന യഥാർത്ഥ ബോംബിന്റെ സ്ഫോടക വസ്തുക്കൾ പോലീസ് കണ്ടെടുത്തു. ആരദ്ദേഹം കാരന്തൂർ മർക്കസിന്റെ മാനേജറാണ്. അവിടെ സുന്നി യോജന സംഘത്തിന്റെ സംസ്ഥാന വൈസ് പ്രസിഡന്റോ മറ്റോ സംസ്ഥാന ഭാരവാഹിയാണ്. ഉസ്താദിന്റെ പുയ്യാവിളിയാണ്. ഇങ്ങനെ ഒരാൾക്കെതിരെ ബോംബാക്രമണം നടന്നിട്ട് ഈ നിമിഷം വരെ അതിനെതിരെ പോലീസ് സ്റ്റേഷനിൽ പരാതി അതിനെക്കുറിച്ച് പണ്ടൊരു SMS നടത്തിയിട്ട് മൊബൈൽ ഫോണിൽ SMS മെസ്സേജ് വന്നിട്ട് നാട് മുഴുവൻ പ്രകടനം നടത്തുന്ന ആൾക്കാരാണ്. ബോംബെറിഞ്ഞിട്ട് പോലും വിടാനാണ്. അത് എത്രത്തോളമാണ് ഇവരെ മനസ്സിലെ വൈരാഗ്യം നോക്കുന്നത്. ഇയാൾ മരിച്ചാലും വേണ്ടില്ല സമസ്തന്റെ പരിപാടിക്ക് പങ്കെടുക്കരുതെന്നല്ലേ ഞാൻ കൂടുതൽ വിശദീകരിക്കുന്നില്ല മോനെ. 20 ഈയോടെ പറഞ്ഞ മറ്റൊരു വിഷയം എന്താ, നിങ്ങള് ഹൈദരലി ശിഹാബ് തങ്ങളെ പള്ളിയിൽ കാണത്തിന് വന്നില്ല. എങ്ങനെ മമ്പാട്ടാണ് സാധു തങ്ങളെ പള്ളിയിൽ കാണത്തിന് വരിക? ഇത് നിങ്ങളെ പള്ളിയിൽ കാണത്തിന്റെ സപ്ലിമെന്റ് ആണിത്. പള്ളിയിൽ കാണത്തിനോടനുബന്ധിച്ച് നിങ്ങൾ ഇറക്കിയ സപ്ലിമെന്റാണ്. എന്താണ് ഈ സപ്ലിമെന്റിലുള്ളത്? നിങ്ങൾ മഹാനായ പാണക്കാട് സയ്യിദ് ഹൈദരലി ശിഹാബ് തങ്ങളെ തിരൂരങ്ങാടി പള്ളിയിൽ കാണുക ക്ഷണിച്ചിട്ടില്ല. ക്ഷണിക്കാട് പരിപാടിക്ക് എങ്ങനെ തങ്ങൾ വരാം? ആ സപ്ലിമെന്റാണ് ഒറിജിനൽ സപ്ലിമെന്റ്. ഇതിനുള്ളിൽ കാര്യപരിപാടി കാണാം. കാര്യപരിപാടി എന്താ കാര്യപരിപാടിയിലുള്ളത്? 30-ാം തീയതി മെയ് 30 ശനിയാഴ്ച വൈകുന്നേരം 7 മണിക്ക് ഖുർആൻ സെമിനാർ. വൈകുന്നേരം 7 മണിക്ക് 30-ാം തീയതി. താഴെ പോകുന്ന 31-ാം തീയതി ഞായറാഴ്ച രാവിലെ 9 മണിക്ക് തസവൂഫ് പഠനം. 31-ാം തീയതി. അതേ ദിവസം 31-ാം തീയതി വൈകുന്നേരം 7 മണിക്ക് ചരിത്ര സെമിനാർ. 31-ാം തീയതി. ആ ചരിത്ര സെമിനാറിലാണ്
പാണക്കാട് സയ്യിദ് ഹൈദർ അലി ശിഹാബ് തങ്ങൾ നിങ്ങളെ ക്ഷണിച്ചത് 31 ചരിത്ര സെമിനാർ ആരൊക്കെയുള്ളത്? സയ്യിദ് ഹൈദർ അലി ശിഹാബ് തങ്ങൾ, ഇബ്രാഹിം അൽ ഖലീൽ അൽ ബുഖാരി, പി കെ കുഞ്ഞാലിക്കുട്ടി, ഡോക്ടർ ഹുസൈൻ നന്ദത്താനി, ഷേഖ് അബ്ദുൽ മുസ്ലിയാർ, പ്രൊഫസർ അബ്ദുൽ സത്താർ, ഇത്രയും ആളുകൾ പങ്കെടുക്കുന്ന 31 തീയതിയിലെ ചരിത്ര സെമിനാറിലാണ് നിങ്ങൾ പാണക്കാട് ഹൈദർ അലി ശിഹാബ് തങ്ങൾ ക്ഷണിച്ചത്. പിറ്റേന്ന് 1 തീയതിയാണ് സാധു പള്ളിയിൽ കാണണം. പിറ്റേന്ന് 1 തീയതി പള്ളിയിൽ കാണണം. ആ പള്ളിയിൽ കാണുന്ന പാണക്കാട് തങ്ങൾ ക്ഷണിച്ചിട്ടുണ്ടോ? പള്ളിയിൽ കാണുന്നതാണുള്ളത്. ഒന്ന് ഖമറുൽ ഉലമ കാന്തപുരം എ പി അബൂബക്കർ മുസ്ലിയാർ, അധ്യക്ഷൻ റയീസുൽ ഉലമ ഇസ്ലിമ മുസ്ലിയാർ, പിന്നെ കുറെ ഫുലാമാരുടെ പേരുണ്ട്. ഇതിലൊന്നും ഹൈദർ തങ്ങളുടെ പേരില്ല. അപ്പൊ ക്ഷണിക്കാത്ത പരിപാടിക്ക് വന്നില്ലെന്ന് പറഞ്ഞ് നിങ്ങൾ പ്രസംഗത്തിലും വ്യാപകമായി പ്രചരിപ്പിച്ച് തങ്ങളൊന്ന് മോശമാക്കാൻ ഞങ്ങൾ കരുതിയത്. നിങ്ങൾ തങ്ങളെ പറ്റി എന്താ പറഞ്ഞത്? മൊയലാളിമാരെ പരിപാടിക്ക് പോകുന്ന ആളാണ്. നിങ്ങൾക്ക് ചങ്ങായിമാരെ തെറ്റി. തങ്ങളെ നിങ്ങൾക്ക് മനസ്സിലാക്കാഞ്ഞിട്ടാണ് അയാൾ പ്രസംഗിച്ച പ്രസംഗം നോക്കിയത്. അതുപോലെ ഇപ്പൊ പാണക്കാട് തങ്ങൾ 10ലധികം സ്ഥലത്ത് വലിയ മുതലാളിമാരുടെ കല്യാണത്തിന് ഞാനും തങ്ങൾ വിളിച്ചു പോയിട്ടുണ്ട്. ഒരാൾ ഇറ്റാലിയിലും ഒരാൾ അവിടെ സ്റ്റേജ് പങ്കെടുത്തതിന് വിരോധമില്ല. സാധുക്കളുടെ പകുതി ഉൾക്കാതെ ചെയ്യുമ്പോൾ മാത്രം സ്റ്റേജ് പങ്കെടുത്തുകൂടാന്ന് പറഞ്ഞാൽ ആരോ ഒക്കെ എന്തോ പറഞ്ഞുണ്ടാക്കുന്നത് അതിനെയും സയ്യിദന്മാരിൽ പോവുകയാണ്. സയ്യിദന്മാര് പെട്ടുപോയതല്ല സാധു. ക്ഷണിച്ചിട്ടുണ്ടോ ഞങ്ങൾ ഉദ്ഘാടനത്തിന് തോന്നിയ സമരം? നിങ്ങൾ തിരുവങ്ങാടി പള്ളിയിൽ കാണാൻ തങ്ങളെ ക്ഷണിച്ചിട്ടില്ല. പള്ളിയിൽ കാണുന്നതിന് തലേ ദിവസം 31 തീയതി നടന്ന ചരിത്ര സെമിനാർ ഞങ്ങൾ ക്ഷണിച്ചത്. നിങ്ങൾക്ക് തങ്ങളെ പ്രതിപട്ടികയിൽ ചേർക്കാൻ ചാൻസ് നോക്കി നടക്കുക. നിങ്ങൾ പണ്ടേ തങ്ങൾക്കെതിരെ നിങ്ങൾ പോയിട്ടുണ്ട്. തങ്ങൾക്കെതിരെ ഇയാൾ മുമ്പ് പറഞ്ഞ പ്രസംഗം ഒരു പത്രസമ്മേളനമുണ്ട്. കേരളത്തിലെ ഒരാളും അങ്ങനത്തെ ഒരു വാക്ക് തങ്ങളെ പറ്റി പറഞ്ഞിട്ടില്ല. പറയട്ടെ, അടുത്തടുത്ത സമയമില്ല. ആ മുസ്ലിം ലീഗിന്റെ പാർട്ടികളോട് ഞങ്ങൾക്ക് പറയാനുള്ളത്, മൂപ്പര് കുറച്ച് പറയാണ്ട് കേട്ടോളി. ഇവിടെ നിങ്ങൾ എന്തും ചെയ്താണ് ബൈത്തുർ റഹ്മാൻ ഉണ്ടാക്കിക്കോന്നല്ല. ഞങ്ങൾ നിങ്ങളെ സഹായിക്കും, ഞങ്ങൾ മറ്റാരെയും സഹായിക്കുകയില്ല എന്ന കരാറുണ്ടാക്കി എഴുതി കൊടുത്തതിന്റെ ഫലമാണോ? അങ്ങനെയുള്ള എഴുതി കൊടുത്തിരുന്നില്ലേ? ഞങ്ങളറിയില്ല. കാരണം നിങ്ങൾ രാഷ്ട്രീയത്തില്ലാത്തവരാണല്ലോ. എഴുതി കൊടുത്തത് നിങ്ങൾ പറഞ്ഞപ്പോഴാണ് ഞങ്ങൾ അറിയുന്നത്. ഇപ്പോൾ മഞ്ചേരിയിലും അതുപോലെ മണ്ണുകൾക്കാട്ടും കണ്ണൂരിലുമൊക്കെ നടന്നത് എന്ന് ഞാൻ ചോദിക്കാൻ ആഗ്രഹിക്കുന്നു. അക്രമസ്ഥലത്ത് പോകാനോ അക്രമങ്ങളെ അപലപിക്കാനോ ലീഗ് നേതാക്കൾ ഇതുവരെ തയ്യാറായിട്ടില്ല. ഇ.കെ. സംസ്ഥാന നേതാവ് കൂടിയായ പാണക്കാട് ഹൈദർ അലി ശിഹാബ് തങ്ങൾ വിചാരിച്ചാലേ അക്രമം അവസാനിക്കൂ. അതുകൊണ്ട് പാണക്കാട് ഹൈദർ അലി ശിഹാബ് തങ്ങൾ പറയണം ഇവിടെ സമാധാനം ഉണ്ടാവണമെന്ന്. അതെന്തുകൊണ്ട് പറയുന്നില്ല എന്നാണ് ഞങ്ങൾക്ക് ചോദിക്കാറുള്ളത്. എന്താ പറഞ്ഞത്? പാണക്കാട് ഹൈദർ അലി തങ്ങൾ പറയണവരെ സമാധാനം ഉണ്ടാകണം. എന്താ തങ്ങളും ഉണ്ടാത്തത്? അപ്പൊ തങ്ങളും ഉണ്ടാത്തോണ്ട് അവർ കുഴപ്പമുണ്ടാകുന്നത്? ഞാനതൊന്നും വിശദീകരിക്കുന്നില്ല. എല്ലാവരും ബുദ്ധിയുള്ള ആളുകളാണ്. പിന്നെ ഇവിടെ പറഞ്ഞ മറ്റു സംഗതി എന്താ പറയുന്നത്? ദർശന ചാനൽ ചില രംഗങ്ങളിട്ട് നൗഷാദ് വാക്കുവിന്റെ പാട്ടുമുണ്ട്. എന്നിട്ട് ഇതൊക്കെയാണ് നിങ്ങളുടെ പരിപാടി. അങ്ങനെയാണ് ഇങ്ങോട്ട് ഞാൻ കുറച്ചിടാണ്ട്. നമ്മൾ ദർശന ചാനൽ ആരതാണൊക്കെ കഴിഞ്ഞ പ്രസംഗത്തിൽ വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്. നമ്മൾ ചോദിച്ചിട്ടുണ്ട് ദർശന ചാനലിന് വേണ്ടി പൈസ സമസ്തയുടെ കീഴിലോ പിരിച്ചത് വഹാബ് സക്കാന് തെളിയിക്കണമെന്ന് പലപ്പോഴും ചോദിച്ചിട്ടുണ്ട്. അതൊന്നും പറയില്ല. എന്നാണ് പട്ടിക വരട്ടിയമാര് വിട്ടുപോയിട്ട് ഇങ്ങനെ കുറയ്ക്കുക. ഒന്ന് അടിച്ചോന്ന് പറ, തോന്നിയാസം പറയുന്നത്. എന്നാൽ നിങ്ങളുടെ പ്രസിഡന്റായിരുന്ന ഇബ്രാഹിം ബഹുമാനപ്പെട്ട ഉള്ളാൾ തങ്ങൾ മംഗലാപുരത്തൊരു പരിപാടിയിൽ ഒരു പരിപാടി തുടങ്ങിയെടുക്കാൻ വേണ്ടി പോയി, ദ്വാരത്ത് തുടങ്ങിയെടുക്കാൻ വേണ്ടി പോയി. ഏത് പരിപാടി തുടങ്ങാനാ തങ്ങൾ ദ്വാരുന്നത്? കുച്ചിപ്പുടി, മോഹിനിയാട്ടം, ഡാൻസ്. അത് കീപ്പിട്ടുള്ളത് ഞാൻ പറയണില്ല. നിങ്ങൾ ചെയ്തില്ലേ? അതിന്റെ ഇസ്ലാമിക മാനം പറ ഒന്ന് കണ്ടോളൂ. നിങ്ങൾ 22 തങ്ങളെ കൊണ്ട് ಪ್ರೊಫೆಸರ್ ಎಲ್ಲಿ ಅಬ್ದುಲ್ ರಹಮಾನ್ ಎಲ್ಲ ಕ್ಷೇತ್ರದ ಜನಪ್ರಿಯ ಮಾಜಿ ಶಾಸಕರಾದ ಜನಾಧಿಪತಿ ಖಾದರ್ ಅವರು ನಮ್ಮೊಂದಿಗೆ ವೇದಿಕೆಯಲ್ಲಿದ್ದಾರೆ.
നിങ്ങളെ പ്രസിഡന്റ് ഞങ്ങളെ ദർശനാണ്, ഞങ്ങളെ വേദിക്കിട്ട നിങ്ങളെ പ്രസിഡന്റ് ദ്വാരം നൽകാൻ ചെയ്ത പരിപാടിയാണത്. അതേ വേദിയിൽ നടക്കുന്നത്. സുന്നത്തമായിട്ടാണ് ചാടുന്നത്. മറ്റുള്ളവന്റെ കുറ്റം പറയാൻ വിരലിങ്ങനെ ചൂണ്ടുന്നു, ആ കൈയിന്റെ 3 വിരൽ അവനാണ് 3 ചൂണ്ടുന്നുണ്ടെന്ന് സാമാന്യബോധം വേണം. സാമാന്യബോധമാണ്. അത്തരങ്ങൾ പറയണമെന്ന് ഇതൊന്നും നമ്മൾ പ്രയാസം കേൾപ്പിക്കാൻ വിചാരിച്ചതല്ല. അതുകൊണ്ട് തന്നെ നാറിപ്പൊളിച്ച ആശയങ്ങളും സമുദായത്തിൽ ഉൾക്കൊള്ളാൻ പറ്റാത്ത പച്ചക്കാവുകളും പറഞ്ഞ് നാട്ടിൽ ചിത്രയും ഭിന്നതയും ഉണ്ടാക്കുന്നവർ ഒരു കാര്യം വളരെ വ്യക്തമായി ഓർത്തിരിക്കണം. എസ്എസ്എഫിന്റെ പ്രവർത്തകന്മാർ, സമസ്തയുടെ പ്രവർത്തകന്മാർ നാടിനെ എപ്പോൾ വിളിച്ചാൽ വരാനും, ഏത് വെയിലത്ത് വിളിച്ചാൽ വരാനും, ഏത് നട്ടപ്പാവിലേക്ക് വിളിച്ചാൽ വരാനും സന്നദ്ധരാണെന്നും അവർ അതിന് ഒരുക്കമാണെന്നുമുള്ള സന്ദേശമാണ് വെട്ടിനാട് വെച്ച് ഈ പരിപാടി കൊണ്ട് നമ്മൾ മനസ്സിലാക്കുന്നത്. നിങ്ങൾ വിചാരിച്ച് നോമിനെ മൂട്ടുകൊട്ട വെച്ചാൽ ഞങ്ങൾ പരിപാടി വെക്കില്ലാതില്ലേ? നിങ്ങൾക്ക് പേച്ചുപോയി മക്കളെ, നിങ്ങൾക്ക് ആള് പേച്ചുപോയതാ. ഇത് സമസ്തയുടെ പ്രവർത്തകന്മാരാണ്. അതുകൊണ്ട് ഒരു കാര്യം ഓർമ്മപ്പെടുത്തുകയാണ്. ഉറങ്ങിക്കിടക്കുന്ന സമസ്തയുടെ പ്രവർത്തകന്മാരെ വിളിച്ചു നിർത്തിയാൽ വെട്ടുകാട്ടുള്ള എസ്എസ്എഫുകാർക്ക് മര്യാദയ്ക്ക് മര്യാദയ്ക്ക് പടക്കാൻ കഴിയില്ല എന്ന് ഈ സമയത്ത് ഓർമ്മപ്പെടുത്തി ربنا تقبل منا دعاءنا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم ربنا لا تزغ قلوبنا بعد إذ هديتنا وهب لنا من لدنك رحمة إنك أنت الوهاب. ആമീൻ എന്ന് ദുആ ചെയ്തുകൊണ്ട് പരിശുദ്ധമായ റമദാനാണ് വരുന്നത്. എല്ലാവരും ഖൈറിന് വേണ്ടി ദുആ ചെയ്യണമെന്ന് വസിയത്ത് ചെയ്തുകൊണ്ട് ദുആ വസിയത്തോടെ ഞാൻ അവസാനിപ്പിക്കുന്നു. അസ്സലാമു അലൈക്കും.